അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ എത്രയോ ഇൽമ് വാരിക്കുടിച്ച മനുഷ്യനാണ്, സ്വഹാബിയാണ്. മുസ്തഫ നബിന്റെ സ്വഹാബി എന്നത് തന്നെ ഏറ്റവും വലിയ പദവിയാണ്. ഞാൻ വിശദീകരിക്കുകയല്ല. 99 കൊല്ലം ഒരു മനുഷ്യൻ ദുഷ്ടനായി ജീവിച്ചു. എത്രയോ മനുഷ്യന്മാരെ കൊന്നു, നിരപരാധികളെ കൊന്നു. ലോകത്തിന് അവൻ ചെയ്യാത്ത ഒരു തമ്മാടിത്തരവുമില്ല. ലോകത്തെ ഒരു മനുഷ്യനും അവൻ ചത്തുപോയെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവനില്ല. അങ്ങനത്തെ ഒരു പരമദുഷ്ടൻ ഇന്ന് മരിച്ചു എന്ന് വെക്ക്. എപ്പോഴാണ് ആ മനുഷ്യൻ 99 വയസ്സ് വരെ ജീവിച്ചു. ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് 12:20 അയാൾ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിച്ചോ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ചൊല്ലി മനസ്സറിഞ്ഞ് പ്രഖ്യാപിച്ചു, വിശ്വസിച്ചു പ്രഖ്യാപിച്ചു. അയാൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിൽ മെമ്പറായി. സാധാരണ ഒരു മെമ്പറല്ല. അയാൾ ഈമാൻ കൊണ്ടത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചാണ്. നബിയെ അംഗീകരിച്ചുകൊണ്ട്, നബിയെ കണ്ടുകൊണ്ടാണ്. 12:20 അയാൾ ഇസ്ലാം മതം വിശ്വസിക്കുന്നത്. 12:25 അയാൾ അങ്ങ് മരിച്ചു. അല്ലെങ്കിൽ 12:30 അയാൾ അങ്ങ് മരിച്ചു. 12:35 ളുഹറിന്റെ ബാങ്ക് വിളിക്കുന്നു. ഈ മനുഷ്യൻ ജീവിതത്തിൽ ഒരു ളുഹർ നിസ്കരിച്ചിട്ടില്ല, ഒരു അസർ, ഒരു സുബഹി, ഒരൊറ്റ വഖ്ത് നിസ്കരിച്ചിട്ടില്ല, ഒരൊറ്റ റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു ആയത്ത് ഖുർആൻ ഓതിയിട്ടില്ല, ഒരു രൂപ ഇസ്ലാമിൽ ധർമ്മം കൊടുത്തിട്ടില്ല, ഒരൊറ്റ നന്മയും ചെയ്തിട്ടില്ല, ഒരു സുബ്ഹാനല്ലാഹ് പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മനുഷ്യന്റെ സ്ഥിതി എന്താണ്? അയാൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ ഫറളായ നിസ്കാരത്തിന്റെ ടൈമുമല്ല. അയാൾ ഇസ്ലാമിൽ വന്നു, മുസ്തഫ നബിയെ കണ്ടു, അംഗീകരിച്ചു. ഈമാനോടുകൂടി റസൂലുള്ളാഹിനെ ഒരു നോക്ക് കണ്ടുകൊണ്ട് അംഗീകരിച്ച് ഷഹാദത്തും ചൊല്ലി അതാ 10 മിനിറ്റ് ഇസ്ലാമിൽ കിട്ടുകയും അയാൾ അങ്ങ് മരിച്ചു പോവുകയും ചെയ്താൽ അൽ ഇസ്ലാം യഹ്ദിമു മാ കാന ഖബ്ലഹു, അതെല്ലാവർക്കും ഉള്ളതാണ്. ഇസ്ലാമിന് മുമ്പ് ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഇസ്ലാമിലേക്ക് വരലോടുകൂടി അള്ളാഹു അത് പൊളിച്ചു കളഞ്ഞു. അതിന്റെ ദോഷം പുറത്തു, അത് അള്ളാഹു മായ്ച്ചു കളഞ്ഞു. അവൻ ഒരു നവജാത ശിശുവാണ്. ഇപ്പോൾ അവൻ നവജാത ശിശുവിന്റെ പരിശുദ്ധതയാ. ചെറുദോഷങ്ങളില്ല, വൻദോഷങ്ങളില്ല, സയ്യാത്തുകൾ അള്ളാഹുവിനോട് ചെയ്തതില്ല, ജനങ്ങളോട് ചെയ്തതില്ല, ഒന്നുമില്ലാത്ത ഒരു പരിശുദ്ധനായ ആളായിക്കൊണ്ട് ഇസ്ലാമിൽ വരും. ഇത് റസൂലുള്ളാഹിനെ കണ്ട ഒറ്റ കാരണത്താൽ കേൾക്കണോ അയാളെ പദവി? ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കന്മാരെ കൂട്ടിയാലും ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി മാത്രമല്ല റളിയല്ലാഹു അൻഹു, ലോകത്തുള്ള മുഴുവൻ ഔലിയാവിനെ കൂട്ടിയാലും ഒരു സഹാബിയുടെ പദവിയിലേക്ക് എത്താൻ ഒരൊറ്റ വലിയനും കഴിയില്ല. ആ കണ്ടതിന്റെ പവറാത്. അത് നിസ്കരിച്ചിട്ടല്ല, ആ മനുഷ്യൻ നിസ്കരിച്ച് കിട്ടിയ പവറല്ലത്, ഖുർആൻ ഓതി കിട്ടിയ പവറല്ല. ആ റസൂലുള്ളാഹിനെ ഈ പുണ്യമായ കണ്ടുകൊണ്ട്, ഈമാനിന്റെ കണ്ടുകൊണ്ട് ഒരൊറ്റ നോട്ടം നോക്കിയെങ്കിൽ എന്താണ് മുസ്തഫ നബിയുടെ കൂടെ ജീവിതകാലം മുഴുവനും റസൂലുള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയായി ജീവിക്കാൻ കിട്ടിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പദവി എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്ന സമയം അറ്റമില്ലാത്ത കരച്ചിൽ കരയുകയാണ്. ഭാര്യ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ട ആളല്ലേ? റസൂലുള്ളാഹിന്റെ ഇൽമു ദർസ് നടത്തിയ മദീന പള്ളിയിലെ മുദർരിസല്ലേ? റസൂലുള്ളാഹിന്റെ ദർസിന് ശേഷം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്താൻ കിട്ടിയ ഭാഗ്യം കിട്ടിയ മഹാരഥനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ മുദർരിസാണ്. ഒന്നാം മുദർരിസ് റസൂലുള്ളാഹിയായിരുന്നു. ഇപ്പൊ മദീനത്തെ മുദർരിസ് ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം യുദ്ധകാര്യങ്ങളിലേക്കും മറ്റു ഇസ്ലാമിക പ്രവർത്തനങ്ങളിലേക്കും ഏർപ്പെട്ട ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാരഥനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം കൂടുതൽ പറഞ്ഞ് ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട, സമയം കളയേണ്ടതില്ല. നിങ്ങൾ മനസ്സിലാക്കൂ, ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് വല്ലാത്ത കരച്ചിൽ കരയുമ്പോ ഭാര്യ വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നിങ്ങൾ മരിക്കുന്നതിൽ പേടിച്ചാണോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹബീബായ മനുഷ്യരല്ലേ? എന്തിനാണ് വിഷമിച്ച് കരയുന്നതെന്ന് പറയുമ്പോ അന്തളിറു البشريين إما بالجنة وإما بالنار. ഇതാണ് ഞാൻ കരയുന്നത്.
ഏതൊരു മനുഷ്യനും മരണത്തിന്റെ സമയത്ത് രണ്ടാലൊരു ബിശാറത്ത് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ഒരു വാർത്ത, സ്വർഗം കൊണ്ടോ നരകം കൊണ്ടോ ഉള്ള ഒരു വാർത്ത പ്രതീക്ഷിക്കാം. ഞാൻ എന്റെ ആ വാർത്തയും പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. എന്റെ കൺമുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത് സ്വർഗത്തിന്റെ ഫോട്ടോയാണോ നരകത്തിന്റെ ഫോട്ടോയാണോ എന്നറിയാതെ ബേജാറായിട്ടാണ് ഞാൻ കരയുന്നതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ മുശാഹദത്തുൽ അമൽ ഒരു പ്രശ്നം തന്നെയാണ്. മരിക്കുന്ന മനുഷ്യന്റെ കൺമുമ്പിൽ സ്വർഗവും നരകവും കാണിക്കപ്പെടുന്ന രംഗം വല്ലാത്ത രംഗം തന്നെയാണ്. അതാണ് മരിക്കുന്ന സമയത്ത് മരണശേഷം നല്ല മയ്യത്താണെങ്കിൽ എന്ത് പറയും? കദ്ദിമൂനി കദ്ദിമൂനി, വേഗം കൊണ്ടുപോ എന്ന് പറയും. കാരണം സ്വർഗം കണ്ട് മരിച്ചിരിക്കുകയാണ്. അവനിത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്താ ബേജാറാ. കുറെ കാലം ഗൾഫിൽ വിസ നഷ്ടപ്പെട്ട് പാസ്പോർട്ടും ഇല്ലാതെ ഇങ്ങനെ കിടക്കുക, നാട്ടിൽ പോകാൻ ഒരു മാർഗവും ഇല്ല. അപ്പോഴാണ് ഒരു ഔട്ട്വാസ് പ്രഖ്യാപിച്ചത്. UAE ഗവൺമെന്റ്, സൗദിയൊക്കെ ഒരു ഔട്ട്വാസ് പ്രഖ്യാപിച്ചിട്ട് ഔദാര്യത്തിന് കയറ്റിവിടാ. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമാണ്. ലഗേജ് കൊണ്ടുപോവുക, ഡ്യൂട്ടി ഒന്നും വേണ്ട, ഇഷ്ടം പോലെ വാരി വലിച്ചോ. ഇയാള് നാട്ടിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാലമായി. ഈ സന്തോഷം കിട്ടിയതാ നാട്ടിലേക്ക് ഒരുപാട് ലഗേജുമായി അയാൾക്ക് ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്ത ടിക്കറ്റ് കൊണ്ട് യാത്ര ചെയ്ത് ബോംബെയിലെത്തി. ബോംബെയിൽ നിന്ന് നാട്ടിൽ വരാൻ ഇയാൾ ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ടില്ല. പാവം, തടി കിട്ടിയാൽ മതി എന്ന നിലയ്ക്ക് ജീവിച്ച ആളാണ്. ബോംബെയിൽ വന്നിറങ്ങിയപ്പോൾ കിട്ടിയത് ഒരു പാസഞ്ചർ വണ്ടിയാണ്, ട്രെയിനാണ്. ആ ബോംബെയിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടു. അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ ക്രോസിംഗിനൊന്ന് നിർത്തിയിട്ടു. ശപിക്കും, എന്ത് ശല്യം, എന്തൊരു ശല്യമായി പോയി ഈ ട്രെയിൻ. അതവിടെ നിന്നെടുത്തു. അല്പം ആശ്വാസമായി. കുറച്ചുകൂടി ഇങ്ങോട്ട് പോന്നപ്പോ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും നിർത്തി. അങ്ങനെ നിർത്തിയാണിത് വരുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ എത്രമാത്രം ശപിക്കും. എന്താ കാര്യം? അവന്റെ വീട്ടിലേക്ക് എത്തണം, അവന്റെ മക്കളെ കാണണം, അവന്റെ ഭാര്യയെ കാണണം, അവന്റെ സ്വസ്ഥമായ ലോകത്തേക്ക് അവൻ എത്തിക്കിട്ടണം എന്ന നിലക്ക് ചിന്തിക്കുമ്പോ കദ്ദിമൂനി കദ്ദിമൂനി, വേഗം പോകുന്ന വണ്ടി ഏത്? പ്ലെയിനിന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ട്രെയിനിൽ വേഗം പോകുന്നത് ഏതുണ്ട് നോക്കും. അതും തന്നെ എവിടെയെങ്കിലും ഒന്ന് നിർത്തിയെങ്കിൽ വല്ലാതെ ശപിക്കും. അതുകൊണ്ട് മരിച്ച മയ്യത്തിനെ നിങ്ങൾ പെട്ടെന്ന് വെക്കരുതേ. അത് ഇൻഷാ അല്ലാഹ് വേറെ വിഷയത്തിൽ വിശദീകരിക്കാം. ഈ മയ്യത്ത് എന്തു പറയും? ഖദ്ദിമൂനി. എന്താ കാരണം? അവൻ സ്വർഗം കണ്ട് മരിച്ചിരിക്കുകയാണ്. തെമ്മാടിയാണെങ്കിൽ പറയും അഖിറൂനി അഖിറൂനി, കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ. കുല്ലു ശൈഇൻ സമഅഹു, എല്ലാ വസ്തുക്കളും ആ ശബ്ദം കേൾക്കും. മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് മയ്യത്ത് വിളിച്ചു പറയുന്ന ശബ്ദം എല്ലാ വസ്തുക്കളും കേൾക്കും. ഈ തെങ്ങുകൾ കേൾക്കും, വൃക്ഷങ്ങൾ കേൾക്കും, മൃഗങ്ങൾ കേൾക്കും, എല്ലാം കേൾക്കും. ഇല്ലൽ ഇൻസാൻ, മനുഷ്യൻ മാത്രം കേൾക്കുകയില്ല. വലൗ സമഅഹുൽ ഇൻസാനു ലസഇഖ്, നമ്മൾ കേട്ടാ പിന്നെ ജീവിക്കുവോ? പിന്നെ ഇവിടെ ജീവിക്കാൻ മനുഷ്യൻ ഉണ്ടാവോ? ഹാർട്ട് പൊട്ടി മരിച്ചിട്ടുണ്ടാവില്ലേ? അതുകൊണ്ട് മനുഷ്യൻ ഇത് കേൾക്കില്ല. ദുനിയാവിൽ ഇനി മനുഷ്യന്മാർ കുറെ കാലം ജീവിക്കണം എന്ന് അള്ളാഹ് തീരുമാനിച്ചപ്പോൾ നമ്മളെ ചെവി അങ്ങ് അടച്ചു വെച്ചു, കേൾക്കണ്ടാ തീരുമാനിച്ചു. മരിച്ച മയ്യത്ത് വിളിച്ചു പറയും. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഇത് കാണും. എന്ത്? ഒന്നുകിൽ സ്വർഗം കാണും, അല്ലെങ്കിൽ നരകം കാണും. ഈ രണ്ടാലൊന്ന് കണ്ട് മനസ്സിലാക്കി സത്യവും അസത്യവും ബോധ്യപ്പെട്ടിട്ടേ ഇവിടുന്ന് പോകൂ. പോകുന്നതിന് മുമ്പ് തന്നെ മനസ്സിലായി കഴിഞ്ഞു സത്യം ഇന്നതാണ്, സത്യപ്രസ്ഥാനം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് അവന്റെ മരണം നടക്കുന്നത്. ചെയ്ത പ്രവൃത്തികളൊക്കെ കണ്ടിട്ടാണ് മരിക്കുന്നത്, ചീത്ത പ്രവൃത്തികളും കണ്ടിട്ടാണ് മരിക്കുന്നത്. അല്ലാഹു നമുക്ക് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ, സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി മറ്റൊന്നാണ്, മരണപ്പെടുന്ന മനുഷ്യന്റെ റൂഹിനെ പിടിച്ച് ഏറ്റുവാങ്ങാൻ വേണ്ടി അവന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ദൂരത്തേക്ക്, എത്ര ദൂരത്തേക്ക് മലക്കുകളിൽ എത്ര ദൂരത്തേക്ക് അവന്റെ കാഴ്ച എത്തുമോ അത്രയും ദൂരത്തേക്ക് മലക്കുകൾ അണിനിരന്നിരിക്കുന്നു. രണ്ട് കണ്ണിന് നേരെയും മലക്കുകൾ നോക്കുമ്പോ മലക്കുകൾ എത്ര ദൂരത്തേക്ക്, പറയാനറ്റമില്ലാത്ത ദൂരത്തേക്ക് മലക്കുകളുണ്ട്. ഇവന്റെ റൂഹിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അവരെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുമ്പോ
അദാബിന്റെ മലക്കുകൾ തെമ്മാടിയായ മനുഷ്യനാണെങ്കിൽ, ചീത്തയായി മരിച്ച മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ മലക്കുകളെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അദാബിന്റെ മലക്കുകളാണ് ഏറ്റുവാങ്ങുന്നത്. റഹമത്തിന്റെ മലക്കുകൾ അത് ഏറ്റുവാങ്ങാൻ തയ്യാറല്ല. അതാ അദാബിന്റെ മലക്കുകൾ ഏറ്റുവാങ്ങി ആകാശലോകത്തേക്ക് പറന്നടക്കുമ്പോൾ അതിന്റെ അസഹ്യമായ ദുർഗന്ധം കൊണ്ട് മലായികത്തുൽ കിറാം, എന്താണ് ഇവിടെ അസഹ്യമായ ദുർഗന്ധം, എന്താണ് ഈ കൊണ്ടുവരുന്ന വസ്തു എന്നതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോ ഈ നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകമായ ഒരു പെട്ടിയിലാക്കി കൊണ്ടുപോകുന്ന ദുഷിച്ച ഈ ആത്മാവ്, അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടും. ഇന്ന തറവാട്ടിൽ, ഇന്ന നാട്ടിൽ, ഇന്ന കുടുംബത്തിൽ ജീവിച്ച ഇന്ന മനുഷ്യന്റെ ആത്മാവാണിത്. അയാൾ ദുഷ്ടനായിരുന്നു, തെമ്മാടിയായിരുന്നു, നിസ്കരിക്കാത്തവനായിരുന്നു, മദ്യപിക്കുന്നവനായിരുന്നു, കളവ് പറയുന്നവനായിരുന്നു, വ്യഭിചരിക്കുന്നവനായിരുന്നു. ആ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിച്ച തെമ്മാടിയായ ദുഷ്ടന്റെ ആത്മാവാണിത്, അതിന്റെ ദുർഗന്ധമാണിത് എന്ന് പറയുമ്പോൾ മലായികത്തുൽ കിറാം പറയുന്നു, ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ഇവിടെ ദുർഗന്ധം പരത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. വാനലോകത്തേക്ക് കടക്കാൻ സമ്മതിക്കാതെ വരുമ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഓർഡർ കിട്ടുന്നു, ഉക്തുബൂ കിതാബ അബ്ദീ ഫീ സിജ്ജീൻ, എന്റെ അടിമയുടെ ആത്മാവിനെ നരകത്തിലെ ഏറ്റവും ചൂടുകൂടിയ സ്ഥലമാകുന്ന സിജ്ജീനിലേക്ക് വലിച്ചെറിയൂ മലക്കുകളെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. രണ്ടാമത് മറ്റൊരു രംഗമുണ്ട്. അതാ റഹമത്തിന്റെ മലക്കുകൾ കാത്തിരിക്കുന്നു. സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകളുടെ ആത്മാവിന് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വാലിഹീങ്ങളുടെ ആത്മാവിന് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകമായ ഒരു പെട്ടിയിൽ ഹനൂതും ഫിൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങളിൽ പൊതിഞ്ഞ് പ്രത്യേകമായ പഞ്ഞികളും പരുത്തികളും വെച്ച് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ആശീർവദിച്ച് അള്ളാഹുവിന്റെ ലക്ഷക്കണക്കായ മലക്കുകളുടെ അകമ്പടിയോടെ അനന്തമായ ആകാശത്തേക്ക് പറന്നെടുത്തു. വാനലോകത്തിന്റെ കവാടങ്ങൾ സ്വാഗതം ചെയ്ത് തുറക്കപ്പെടുന്നു. എന്താണിത്, വല്ലാത്ത ഒരു സുഗന്ധം. ഈ കൊണ്ടുവരുന്ന വസ്തു എന്താണെന്ന് അന്വേഷിക്കുമ്പോ നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ തറവാടും ചരിത്രവും കുടുംബവും പേരും പെരുമയും എല്ലാം പറഞ്ഞ് വിശദീകരിച്ച ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ട് അയാളുടെ ആത്മാവാണ് ഈ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ വാനലോകത്തുള്ള മലായികത്ത് അതിന് പിന്നിൽ കൂടുന്നു. അവരും സന്തോഷം പങ്കിടുന്നു. അങ്ങനെ ആകാശങ്ങൾ തുറക്കപ്പെട്ട് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അതാ അകന്നകന്നകന്ന് അള്ളാഹുവിന്റെ ഓർഡർ വരുന്നു, ഉക്തുബൂ കിതാബ അബ്ദീ ഫീ ഇല്ലീൻ, എന്റെ അടിമയുടെ ആത്മാവിനെ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ഇല്ലീനിലേക്ക് കൊണ്ടുപോകൂ മലക്കുകളെ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. ആ ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. മരിക്കുന്ന മനുഷ്യൻ ഇതൊക്കെ കാണുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കണ്ണടക്കണം. കണ്ണടക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ അടക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നാം അടക്കുന്നു. പറയപ്പെടുന്ന പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഈ മരിക്കുന്ന മനുഷ്യൻ അവന്റെ റൂഹനെയും കൊണ്ടുപോകുന്ന മലക്കുകളെ നോക്കിക്കിടക്കും, അതങ്ങ് അടച്ചേക്ക്, അവൻ കാണും. ധാരാളം തെളിവുകൾ അതിനു വേണ്ടി പണ്ഡിതന്മാരെ നിരത്തിയിട്ടുണ്ട്. സഹോദര, ഇതൊക്കെ നമ്മിലൂടെ വരാനുള്ളതാണ്, നാം അനുഭവിക്കാനുള്ളതാണ്. ഇതൊക്കെയാണ് മരണം. ഇനി കഴിഞ്ഞോ വിഷയം ഇല്ല. മുഴുവനും പറയാൻ ഈ സമയം പര്യാപ്തമല്ല. ഞാൻ ഒന്നുകൂടി പറയട്ടെ. മരണത്തിന്റെ ഭീകരതകൾ തന്നെ ധാരാളം 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 പറയാനുണ്ടെങ്കിലും ഒറ്റ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. മരണത്തിന്റെ ഭീകരത ഇതൊക്കെ സഹിച്ചാലും സഹിക്കാൻ കഴിഞ്ഞിട്ട് പറയുകയല്ല, സഹിക്കാൻ കഴിഞ്ഞിട്ടല്ല പറയുന്നതെങ്കിലും ആപേക്ഷികമായി ഇതിനേക്കാൾ ഗൗരവമായ മറ്റൊന്നുണ്ട്. ശൈത്താനും യഹ്ളുറു, പിശാച് വരും. ഏത് മനുഷ്യന്റെ അടുക്കലും പിശാച് വരും. ഇബ്ലീസുൽ ലഈൻ വന്നുകൊണ്ട് മരിക്കുന്ന മനുഷ്യന്റെ വലതുഭാഗത്തും വന്നിരിക്കും, ഇടതുഭാഗത്തും വന്നിരിക്കും ശൈത്താൻ. അവൻ വന്ന് മരിക്കുന്ന ആ മരണമാസന്നമാകുന്ന മനുഷ്യന്റെ സമീപത്ത് വലതുഭാഗത്ത് വന്നിരിക്കുന്ന പിശാച് ഉമ്മയുടെ റോളിലാണ്. ഇടതുഭാഗത്തുള്ള പിശാച് വാപ്പയുടെ റോളിൽ.
ഒരു ഉമ്മ തന്റെ മകന് വേണ്ടി അനുഭവിച്ച ത്യാഗത്തിന്റെ കഥ, അതിന്റെ പട്ടിക അങ്ങ് നിരത്തി വെച്ചിട്ട്, മോനെ നിനക്ക് വേണ്ടി എത്രയാണ് എന്നെ ഗർഭം ചുമന്ന സമയത്ത് ഞാൻ കഷ്ടപ്പെട്ടത്, നിനക്ക് വേണ്ടി എത്രയാണ് ഞാൻ ബുദ്ധിമുട്ടിയത്, ഞാൻ നിന്നെ പോറ്റി വളർത്താൻ എത്ര വിഷമിച്ചവനാണ്, ഭക്ഷണം ഉപേക്ഷിച്ച് ഉറക്കം ഉപേക്ഷിച്ച് എന്റെ രോഗം പരിഗണിക്കാതെ നിന്നെ വളർത്തിയവനാണ്. ഒരു ഉമ്മ തന്റെ മകന് വേണ്ടി അനുഭവിച്ച മുഴുവൻ ത്യാഗങ്ങളും അവന്റെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് അതാ പറയുന്നു, മോനെ നീ എന്റെ അരുമ സന്താനമല്ലേ, എന്നെ വിട്ടേച്ചു കൊണ്ട് നീ പോവുകയല്ലേ, എന്റെ ഉമ്മ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടെന്നൊന്നും ചിന്തിക്കാൻ ആ സമയത്ത് നമുക്ക് കഴിഞ്ഞാൽ മുഅ്മിനായി മരിക്കാം. അതല്ല, ആ ഉമ്മയാണ് എന്റെ ഉമ്മയാണ് ഈ പറയുന്നത് എന്നതിലേക്ക് കാതോർത്ത് കേൾക്കുമ്പോൾ അവസാനമായി ഈ മരിക്കുന്ന മനുഷ്യനെ സ്വാധീനിച്ചെടുക്കാനും പിടിച്ചെടുക്കാനും അവന്റെ മനസ്സ് ഉൾക്കൊള്ളാനും പറ്റിയ വിധത്തിലുള്ള വാചക കസർത്തുകൾ നടത്തിയിട്ട് അവൻ പറയുകയാണ്, യാ ബുനയ്യ മുത് യഹൂദിയാ ഫഇന്നഹാ ഖൈറുൽ അദിയാൻ, മോനെ നീ ഒരു യഹൂദിയായി മരിച്ച മകനെ, അതാണ് ഏറ്റവും ഖൈറായ ദീൻ എന്ന് ഉപദേശിക്കുമ്പോൾ ഈമാനിന് ബലമില്ലാത്ത ചില ആളുകളുണ്ട്. അതാ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിവരിക്കാം. ആ മനുഷ്യന്മാർ അവന്റെ ഉപദേശം കേട്ടുകൊണ്ട് അതാ ഉമ്മയല്ലേ പറയുന്നത്, അവസാനത്തെ അഭിലാഷമാണ്, അത് പൂവണിച്ചു കൊടുക്കുന്നതോടുകൂടി അന്ത്യശ്വാസം വലിച്ചു അവൻ ഈമാനില്ലാതെ ചത്തുപോയി. മഅദല്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇടതുഭാഗത്തുള്ള പിതാവിന്റെ റോഡിൽ അഭിനയിക്കുന്ന പിശാച് പറയുന്നു, മോനെ നിന്റെ വാപ്പയാണ് ഞാൻ, നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവനാണ് ഞാൻ, നിന്നെ പോറ്റി വളർത്തി ഈ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ഒരു ചെറിയ ത്യാഗമൊന്നുമല്ല ഞാൻ ചെയ്തത്, ഒരുപാട് കഷ്ടപ്പെട്ടവനാണ്. ഒരു വാപ്പ തന്റെ മകന് വേണ്ടി അനുഭവിക്കുന്ന ത്യാഗങ്ങൾ നിരത്തി വെച്ച് അവന്റെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് ഇവൻ പറയുന്നു, ഒരൊറ്റ അപേക്ഷയാണ് എന്റെ മകനോട് എനിക്കുള്ളത്, നീ എന്റെ മോനാണ്, എന്നെ വിട്ടുപിരിയുകയാണ്, ഒരപേക്ഷ എനിക്കുണ്ട് മകനെ, നീ മരിക്കുന്നത് നീ ഒരു നസറാനിയായി മരിക്കണം മകനെ. ഫഇന്നഹാ ഖൈറുൽ അദിയാൻ, ഏത് ദീനുകളിലും വെച്ച് ഏറ്റവും ഖൈറായത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നമ്മെ രക്ഷിക്കും. മരിക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വന്ന് ഇബ്ലീസുൽ ലഈൻ ദാഹമൗതദ് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറുബ്ബന. പഴയകാല സാലിഹീങ്ങൾ ഇതല്ലേ പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് ഇബ്ലീസുൽ ലഈൻ വന്നിട്ട് എന്നെ നരകത്തിലേക്ക്, ശാശ്വത നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന, എന്നെ ഈമാൻ പോക്കറ്റടിച്ച് കളയാൻ വരുന്ന ആ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിൽ ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് റബ്ബ് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതാണോ? സഹിക്കാൻ പറ്റിയതാണോ? അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതായിരിക്കണം. ദുനിയാവിലേക്ക് വന്നപ്പോൾ ആദ്യം കേട്ടതാ അല്ലാഹു അക്ബർ, ആദ്യം കേട്ടത് അല്ലാഹ്. ഇവിടുന്ന് പോകുമ്പോഴോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനം കേൾക്കുന്നതും അല്ലാഹ്. ഈ നേരത്തെ പോയി കിട്ടണം. അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതാണ് നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. അങ്ങനെ പോകാൻ സാധിച്ചാൽ ദഖലൽ ജന്ന, അതിനുശേഷമുള്ള ഒരു വിഷമവും അറിയണ്ട. അല്ലാഹു നേരെ നമ്മെ സ്വർഗത്തിലേക്ക് പേടിക്കാതെ വിഷമിക്കാതെ സ്വർഗത്തിലേക്ക് എത്താം. അതിനെന്താ പ്രയാസം? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്റെ അടുത്തൊക്കെ ഇബ്ലീസ് വന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എന്താ പ്രയാസം? സമാധാനിക്കല്ലേ, അള്ളാഹു അതിനൊക്കെ ആക്കി തരട്ടെ. പക്ഷെ അത് സമാധാനിച്ചിരിക്കാൻ വകയുണ്ടോ നമുക്ക്? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആ വിധത്തിലായിരിക്കണം എന്റെ മരണമെന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞ എത്ര മനുഷ്യന്മാരുണ്ട്. സഹോദരങ്ങളെ, ദാവൂദ് നബി അലൈഹിസ്സലാം 40 കൊല്ലം സുജൂദിൽ കിടന്ന് കരഞ്ഞതിന്റെ പേരിൽ കണ്ണിൽ നിന്ന് ഇറ്റി വീണ കണ്ണീർ തുള്ളികളെ കൊണ്ട്, ആ കണ്ണുനീർ തുള്ളികളിൽ നിന്ന് ഭൂമി നനഞ്ഞ് കിളിർത്തുകൊണ്ട് സസ്യം മുളച്ചിരുന്നു. മരണത്തിന്റെ സമയത്ത് ഇബ്ലീസിന്റെ പിടിയിൽ പെട്ടുപോവുക
സുജൂദിൽ കിടന്ന് കരഞ്ഞു ദാവൂദ് നബി അലൈഹിസ്സലാം. എന്നിട്ട് കണ്ണിൽ നിറ്റ് വീണ് കണ്ണീർ തുള്ളികളെ കൊണ്ട് ആ ഭൂമി നനഞ്ഞിട്ട് സസ്യം മുളച്ചൂല. ആരാ കരയാത്തത്? മരണത്തിന്റെ സമയത്ത് ഈമാനിന്റെ കാര്യത്തെ പേടിച്ചുകൊണ്ട് കരയാത്ത ഒരു സ്വാലിഹായ മനുഷ്യരും ഉണ്ടായിട്ടില്ല. ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അടിയങ്ങൾ മുഴുവനും മരണത്തിന്റെ സമയത്ത് ഈമാനിന്റെ കാര്യത്തിൽ പേടിച്ച് കരഞ്ഞവരാ. സുബ്ഹാനല്ലാഹ്, ആരാണ് ഉമർ? ഇദാ സലകത ഫജ്ജൻ യസ്ലുകു ശൈത്വാനു ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, നീ ഒരു വഴിക്ക് ഇറങ്ങിയാൽ പിശാചിന് പോലും നിന്നെ പേടിയാ. പിശാച് വേറൊരു വഴിക്ക് ഓടിപ്പോവും. നിന്നെ പേടിച്ചിട്ട് നീ ഇറങ്ങിയ വഴിക്ക് പിശാച് വരില്ല, പിശാച് വേറെ വഴിക്ക് പോകും. അത്രയും നിന്നെ പേടിയാണ് പിശാചിന് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നമ്മെ കുറിച്ച് പറഞ്ഞതോ ഇന്ന ശൈത്താന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി. റസൂലുള്ളാഹി തങ്ങൾ പ്രത്യേകം സർട്ടിഫൈ ചെയ്തത് പിശാചിന് പോലും നിന്നെ പേടിയാണെന്ന് സർട്ടിഫൈ ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹു. നാം പിശാചിന്റെ മാത്രം അടിമകളെപ്പോലെ പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് രക്തത്തിലും മജ്ജയിലും മാംസത്തിലും പൈശാചിക ചിന്തകളും പ്രവർത്തനങ്ങളും ദുർബോധനങ്ങളും ഊട്ടപ്പെട്ട് കിടക്കുന്ന അവന്റെ അടിമത്വം സ്വീകരിച്ച പോലെയുള്ള ഒരു ജീവിതം നയിക്കുന്ന നമുക്ക് എത്രമാത്രം പേടിച്ചു കരയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറക്ക് പോകാൻ സമ്മതം ചോദിക്കുന്നു. നബിയെ, ഞാൻ ഉംറക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സമ്മതം കൊടുക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഉംറക്ക് പോകുന്നു. മദീനയുടെ അതിർത്തി വിട്ടുകിടക്കുന്ന സമയത്ത് പിന്നിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി യാത്രയാക്കുന്ന സമയത്ത് പറയുന്നു, ലാ തൻസനി ഫീ ദുആഇക യാ ഉമറു. പരിശുദ്ധ മക്കയിലെ കറുത്ത പുതപ്പം ധരിച്ചു നിൽക്കുന്ന കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ചെന്ന് ആ കഅബയുടെ ഖില പിടിച്ച് നീ ദുആ ചെയ്യുമ്പോ അമ്പിയാക്കളെ ചവിട്ടടി കിട്ടിയ ഭൂമിയാണ്. ധാരാളം അമ്പിയാക്കന്മാരെ മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ്. അമ്പിയാക്കൾ അല്ല, ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങളെ ഹൃദയവും തിരിച്ചു വെച്ച റബ്ബിന്റെ ഈ ദുനിയാവിലെ ആദ്യത്തെ ആരാധനാലയമാണ്. മനുഷ്യന്റെ ഹൃദയം എല്ലാ വിഷയത്തിലും തിരിച്ചു വെക്കുന്ന നിസ്കാരത്തിനും പുണ്യമായ കാര്യങ്ങൾക്കും അള്ളാഹു ബഹുമാനിച്ച അവന്റെ പ്രഥമ ഭവനമാണ് ഭൂമിയിലുള്ള ഈ പുണ്യമായ പരിശുദ്ധ മക്കയിലേക്കും കഅബത്തിലേക്കും ചെന്ന് അള്ളാഹുവിനോട് നീ എന്ത് ദുആ ചെയ്താലും അത് തട്ടിക്കളയില്ലല്ലോ. ആ പരിശുദ്ധമായ കഅബത്തിനടുക്കൽ ചെന്ന് നീ ദുആ ചെയ്യുമ്പോ ലാ തൻസനി ഫീ ദുആഇക യാ ഉമറു. ഉമറേ, തന്റെ ദുആയിൽ ഉമറിന്റെ ദുആയിൽ എന്നെ ഉൾക്കൊള്ളിക്കാൻ മറക്കല്ല ഉമറേ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ദുആയിക്കുമ്പോ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞെങ്കിൽ അത് എന്തോരു ഭാഗ്യമാണ്, എന്തൊരു സ്ഥാനമാണ് കാണിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തെ അല്ലേ വിളിച്ചു പറയുന്നത്. ആ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ള ദുആ വസിയത്ത് ചെയ്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കവിൾത്തടത്തിൽ കാണുമായിരുന്നു ഖത്താനി അസ്വദാനി മിനദ് ദുമൂഅ്. കണ്ണീർ കണങ്ങൾ ഒലിച്ചിട്ട് കറുത്ത രണ്ട് വരകൾ കാണുമായിരുന്നു. എന്തിനാ കരഞ്ഞത്? എന്റെ ഒരു തോട്ടം നഷ്ടപ്പെട്ടല്ലോ, എന്റെ ബിസിനസ് തകർന്നല്ലോ, അതിനല്ല. പിന്നെന്തിനാ കരഞ്ഞത്? കണ്ണീർ കണങ്ങൾ ഒലിച്ചിട്ട് കറുത്ത രണ്ട് വരകൾ വന്നത് മറ്റൊന്നുമല്ല, മരിക്കുന്ന സമയം ഭൂമിയായി ദുനിയാവിൽ നിന്ന് മരിക്കണേ. ഇതാലോചിച്ചുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് ഖുർആനിലുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് ഖുർആനിലുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറതി തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, ദുനിയാവിൽ നിന്ന് പോകുമ്പോ മുസ്ലിം ആയിക്കൊണ്ടങ്ങ് പൂർത്തിയായി കിട്ടണം, ഈമാൻ പൂർത്തിയായിട്ടങ്ങ് പോയി കിട്ടണം. ഇതല്ലേ സർവ പ്രവാചകന്മാരും ദുആ ചെയ്ത് ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? അമ്പിയാക്കൾ ആഗ്രഹിച്ചത് മുസ്ലിമായി മരിച്ചു കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. ഖുർആൻ ധാരാളം നബിമാരുടെ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചതിൽ മുസ്ലിമായി മരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് റബ്ബിനോട് ദുആ ചെയ്ത ദുആകൾ ഖുർആനിൽ കാണാം.
അപ്പോ പിന്നെ നമ്മൾക്കും ദുആ ചെയ്യാനുള്ളത് പടച്ചവനെ വലാ തമൂത്തുന്ന ഇല്ലാ അൻത മുസ്ലിമൂൻ, എന്നെ മുസ്ലിമാക്കി അങ്ങ് മരിപ്പിക്കണം. അഞ്ചത്തെ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നു, തൗഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമാക്കി മരിപ്പിച്ചു തരണമേ അല്ലാഹുവേ. ആമീൻ പറയാൻ സമയമുണ്ടോ നമുക്ക്? ഞാൻ ചോദിക്കട്ടെ, മരണത്തിന്റെ സമയത്ത് ഈമാൻ കിട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരയാൻ സ്വഹാബത്തിന്റെ ഹൃദയങ്ങൾക്ക് സാധിച്ചു, കണ്ണുകൾക്ക് സാധിച്ചു. അശ്റത്തുൽ മുബശ്ശറയായ ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖന്മാരായ സ്വഹാബികൾക്ക് മുഴുവനും സാധിച്ചു. അതുപോലെ ഉന്നതന്മാരായ പല സ്വഹാബികളുടെയും ഔലിയാക്കന്മാരുടെയും കഥകളിൽ, അമ്പിയാക്കളെ കഥകളിലും മരണത്തിന്റെ സന്ദർഭത്തിലുള്ള ഈമാനിന്റെ കാര്യത്തിൽ കരഞ്ഞെങ്കിൽ ദുനിയാവിലെ ബിസിനസിന്റെ തകർച്ചയ്ക്ക് കരഞ്ഞവനാണ് നാം. മക്കൾ മരിച്ചപ്പോൾ കരഞ്ഞവനാണ്, ഭാര്യയ്ക്കൊരു അപകടം പറ്റിയപ്പോൾ കരഞ്ഞവനാണ്, നമ്മുടെ വീട് തകർന്നതിന് കരഞ്ഞവരാണ്, ദുനിയാവിന്റെ നീറുന്ന ധാരാളം പ്രശ്നങ്ങൾക്ക് വേണ്ടി കരഞ്ഞവരാണ്. ഈ ദുനിയാവിന്റെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോ അതിന് കരയാൻ നമുക്ക് കണ്ണുണ്ടായിരുന്നെങ്കിൽ ദുനിയാവിന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന മരണം സംഭവിക്കുന്ന സമയത്ത് എന്റെ ആഖിറവും നഷ്ടപ്പെടുന്ന ഈമാൻ എന്നെ വിട്ടുപിരിഞ്ഞു പോകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് കരയാൻ, ഒരു തുള്ളി കണ്ണുനീർ നമുക്ക് വീഴ്ത്താനും അതിനുവേണ്ടി ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാനും സമയമില്ലെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരണവും അതിന്റെ സ്മരണയും നമ്മളും തമ്മിൽ എന്താ ബന്ധം? നമ്മളാണോ മൂമിനായി മരിക്കണം, മൂമിനായി മരിക്കണം എന്ന നാവ് കൊണ്ടുള്ള പറച്ചിന് വല്ല ആത്മാർത്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ രാത്രി പാതിരാ സമയങ്ങളിലും പുണ്യമായ ഔഖാത്തുകളിലും നിസ്കാരങ്ങൾക്ക് ശേഷവും നിസ്കരിച്ചിട്ട് ഇമാമ് ഒന്ന് ദ്വാരിക്കുമ്പോ ഒരാമീൻ പറയാൻ നമുക്ക് സമയമുണ്ടോ? ഏത് ഇമാമാണോ ദ്വാരിക്കാത്തത്? അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന് ദുആ ചെയ്യാത്ത ഏത് ഇമാമുണ്ട്? ആ ഇമാമ് അല്ലാഹുവിന്റെ പവിത്രവും പാവനമായ പള്ളിയിൽ വെച്ച് 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം, ദുആക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള സന്ദർഭം ആര്? ഇമാമു നിസ്കാരങ്ങൾക്ക് ശേഷം പള്ളിയിൽ വെച്ച് 5 വഖ്തിലും ദുആരിക്കുമ്പോ അതിന്റെ പുറകിൽ നിന്നിട്ട് തവഫനി മുസ്ലിമൻ, തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമാക്കി വരിപ്പിച്ചു തരടേ എന്ന ആ ഒരു ദുആന് ആമീൻ പോലും പറയാൻ നമുക്ക് സമയമില്ലാതെ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി ഓടുകയാണോ? വെറും ദുനിയാവ് മാത്രം നമ്മുടെ ചിന്തയെങ്കിൽ ഈ രാജ്യത്തെ ഫഹദ് രാജാവ് മരിച്ചാലും, ഈ രാജ്യത്തെ ഒരു സാപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു അണ്ണാച്ചി മരിച്ചാലും ഒരൊറ്റ ടാങ്കിൽ നിന്നാണ് തുണി മുറിക്കുക കഫൻ ചെയ്യാൻ. അതാണ് നമ്മുടെ ദുനിയാവ്. നമ്മുടെ ദുനിയാവ് ഈ രാജ്യത്തെ ഏറ്റവും താഴ്ന്നതായി നാം കാണുന്ന ജോലി ചെയ്യുന്ന ഒരു വ്യക്തി മരിച്ചാലും, ഇവിടത്തെ ഏറ്റവും വലിയ സയ്യിദാവട്ടെ, ആലിമാകട്ടെ, ബിസിനസ്സുകാരനാവട്ടെ, മുതലാളിയാവട്ടെ, ഏത് പ്രതാപിയായിരുന്നാലും, ദുനിയാവിന്റെ ആളായാലും ആഖിറത്തിന്റെ ആളായിരുന്നാലും ശരി, മരിച്ചാലുടനെ തന്നെ അടുത്ത ടെക്സ്റ്റൈൽസിൽ ചെന്ന്, തുണിക്കടയിൽ ചെന്നിട്ട് 3 കഷ്ണം തുണി വേണമെന്ന് പൊതിഞ്ഞു കൊണ്ടുപോകാൻ അയാളൊരു മല്ലെടുത്തിട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതെന്റെ വാപ്പ ഹയാത്ത് കാലത്തൊരു ഷർട്ട് അടിച്ചിടാനിടാറില്ലടോ, ഒരു നല്ല തുണി എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഈ മല്ല് മാറ്റിയിട്ട് ഒരു നല്ല MS വെള്ള, ഒരു ക്യാമറയ്ക്ക് വെള്ളം വാങ്ങിയിട്ടുണ്ടോ തന്റെ വാപ്പാനെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ? അപ്പൊ ഈ മല്ലെടുത്തിടുന്ന സമയത്ത് ചോദിക്കാനാ, എടോ ഇത്ര താഴ്ന്നതോ? അത് തന്നെ എല്ലാവർക്കും കൊണ്ടുപോലും. ഇപ്പൊ മറ്റേ ആ അണ്ണാച്ചി മരിച്ചിട്ടും കൊണ്ടുപോയത് ഇതുമ്പോൾ തന്നെയാണ്. അതേ ഒരൊറ്റ ടാക്കയിൽ നിന്ന് മുറിച്ചു കൊണ്ടുപോകാനാണ് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരും വിധിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതേ വിധി ഈ രാജ്യത്തെ എല്ലാവർക്കും ബാധകമാണ്. ഒരു പണ്ഡിതനാണെന്ന് വിചാരിച്ച് പോളിസ്റ്റർ തുണിയിൽ പൊതിഞ്ഞുകൂടാ, പട്ടിണി പൊതിഞ്ഞുകൂടാ, അവന്റെ ഖബർ മാർബിൾ പതിക്കാൻ പറ്റില്ല. ഒരു ആനിമായാലും രാജാവായാലും മണ്ണിൽ തന്നെ കൊണ്ടുപോയി വെക്കണം. ഈ ദുനിയാവിന് വേണ്ടിയല്ലേ മരണത്തിന്റെ സമയത്ത് എനിക്ക് ഈമാൻ സലാമത്താക്കി തരണമെന്ന ഇമാമിന്റെ ദുആക്ക് ആമീൻ പോലും പറയാൻ സമയമില്ലാതെ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടിയത്. ഒരു 5 മിനിറ്റ് നമുക്ക് അവിടെ ഇരിക്കാൻ സമയമില്ല. ജുമുഅക്ക് വന്നാൽ ഇമാം സലാം വീട്ടുമ്പോ വലത്തോട്ട് വീട്ടുമ്പോ നാം പള്ളിയിലുണ്ട്, ഇടത്തോട്ട് വീട്ടുമ്പോ റോട്ടിലെത്തി. എന്തിനാണ് പോയത്? ആ ബസ് പോകാൻ കാത്തിരിക്കുകയാണ്. ഇതൊക്കെ ഹറാം.
ഹറാമാണ്, തെറ്റാണ് പോകല് എന്ന രൂപത്തിലല്ല ഈ പറയുന്നത്. കുറച്ചൊക്കെ നമ്മൾ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ക്ഷമിക്കാൻ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഒരുപാട് കാര്യങ്ങളൊക്കെ അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. ഈമാനിന്റെ സലാമത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ബിസിനസിന്റെ പുരോഗതി അതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. നമുക്ക് ആമീൻ പറയാൻ സമയമില്ല ദുന്യാവിന്. എന്നാ ദുന്യാവിന്റെ സ്ഥിതി ഇതാ. ആരാ നമ്മള് ദുന്യാവിൽ കൈയൊഴിക്കാത്തത്? നീ ആരെ സ്നേഹിച്ചാണോ സഹോദര ഓടിയത്, ആ ഓടിയവൻ നിന്നെ കൈയൊഴിക്കില്ലേ? നിന്റെ സ്നേഹിതന്മാരല്ല ഇന്ന് നീ മരണപത്രം എഴുതി വെച്ചത് എന്താണെന്നോ? മരണപത്രം എഴുതി വെച്ചത് എന്റെ ശരീരം, ഞങ്ങളെ രണ്ടുപേരുടെയും ശരീരം ഒരൊറ്റ കുഴിമാടത്തിൽ മറവ് ചെയ്യണം. പ്രേമം മൂത്ത് അതിനാലുണ്ടായി തീർന്ന പണികൾ മറ്റു ജനങ്ങൾ അറിഞ്ഞപ്പോ അവരവസാനം ഡയറി കുറിപ്പിൽ എഴുതി വെക്കുക, ഞങ്ങളുടെ പ്രേമം പുറത്തായി, എല്ലാവരും അറിഞ്ഞു, എരി ജീവിക്കണോ. ഡൈനാമിറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് നെഞ്ചിൽ വെച്ച് മഹാനക്കത്ത് ചെയ്ത് പൊട്ടിത്തെറിച്ചു. രാവിലെ കോമ്പസിലേക്ക് കടന്നു വന്ന, കോളേജ് ക്യാമ്പസിലേക്ക് കടന്നു വന്ന പ്യൂണിന് കാണാൻ കഴിഞ്ഞത് കോളേജ് ക്യാമ്പസിൽ ചിന്നിച്ചിതറിയ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഡയറി എടുത്ത് പരിശോധിച്ച പടിക്കുറിപ്പ്, അവസാന വാക്ക്, ഞങ്ങളുടെ രണ്ടുപേരുടെയും ശവം ഒരൊറ്റ കുഴിമാടത്തിൽ മറവ് ചെയ്യണം. അവരുടെ സ്നേഹത്തിന്റെ കെട്ടപ്പെട്ട ഊട്ടുറപ്പിക്കപ്പെട്ട സ്നേഹത്തിന്റെ കടുപ്പം അങ്ങനെയാണ് മറവ് ചെയ്യപ്പെട്ടത്. പക്ഷേ ദുനിയാവിൽ നമ്മൾ സ്നേഹിച്ച പലരും അവിടെ വെച്ച് വിട്ടുപിരിയുമേ, നമ്മെ കുറ്റം പറയും, തള്ളിപ്പറയും. നിന്റെ കൂടെ കൂടിയതാണ് എനിക്ക് പറ്റിയ അപകടം. അന്ന് ആ പള്ളിയിൽ നിന്ന് ഉസ്താദന്മാരെ വാഴ കേട്ട് ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ എന്റെ ഈമാനിന് വേണ്ടി തവഫനി മുസ്ലിമനെന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ, ഈ പള്ളിയിൽ നിസ്കാരത്തിന് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെയും ഈമാനോടെ മുസ്ലിമായി മരിപ്പിക്കണമേ എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ നിന്റെ കൂടെ കൂടിയിട്ട് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇറങ്ങി ഓടിയത്, അതിനൊരു ആമീൻ പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് തള്ളിപ്പറയും. അല്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദൂ. ഇറങ്ങി ഓടുമ്പോ ശ്രദ്ധിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ പഴയ കാലത്ത് പറഞ്ഞിരുന്ന ഈരടികൾ ഇന്ന് നിങ്ങളെ മക്കൾക്കറിയുമോ? എന്താണ് ആ ഈരടികൾ? ഈമാനിന്റെ സലാമത്തിന് വേണ്ടി കണ്ണീർ കണങ്ങൾ ഒലിപ്പിച്ച ഉമ്മമാർ നമ്മുടെ വാഴ കേൾക്കുന്നില്ലേ? ഇശാമഗ്രിബുകൾക്കിടയിൽ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ഒളൂ ചെയ്ത് വരാത്ത കുഞ്ഞുങ്ങളെ ചീത്ത പറഞ്ഞ് ഒളൂ എടുത്ത് വരിക, ഒളൂ എടുത്ത് വന്ന് ഖിബിലക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഒരു യാസീൻ ഓത്, എന്നിട്ട് ആ ബദരീയത്തൊന്ന് ചെല്ല്. എന്താണ് ആ ബദരീയത്തിലുള്ളത്? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറപ്പന എന്ന് നിങ്ങൾ ചൊല്ലുകയും നിങ്ങൾ മക്കൾക്ക് ചൊല്ലി പഠിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇന്ന് നിങ്ങളുടെ മക്കൾക്കതറിയുമോ? നിങ്ങളെ പേരമക്കൾക്കതറിയുമോ? ഈമാനിന്റെ സലാമത്തിന് വേണ്ടി നടത്തപ്പെട്ട ദുആകളൊക്കെ നമുക്ക് അജ്ഞാതമായില്ലേ? അതൊക്കെ ശിർക്കും കുഫറും ബിദ്അത്തുമായില്ലേ? ഈമാനിന്റെ കാര്യത്തിൽ ചിന്തിക്കാൻ ആർക്കുണ്ട് സമയം? അതിന് കരയാൻ ആർക്കുണ്ട് സമയം? അതിനുവേണ്ടി ദുആ ചെയ്യാൻ ആർക്കുണ്ട് സമയം? നമ്മുടെയൊക്കെ മനസ്സ് സ്വാധീനിച്ചതെന്ന് ദുന്യാവിന്റെ പുറകിലാണ്. അതെന്തുകൊണ്ട്? മരണസ്മരണയില്ലാത്തത് കൊണ്ട്. അവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തി. മരണസ്മരണ ഉണ്ടായിരുന്നെങ്കിൽ ദുന്യാവ് അത്രമാത്രം പിടികൂടില്ല. മുഖവരയിൽ പറഞ്ഞില്ലേ, അത് നമുക്ക് പിടികൂടിയത് മരണസ്മരണയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വന്നുപെട്ടിരിക്കുന്ന അപകടങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് എന്ന് നാം ഒന്ന് കണ്ടെത്തണം. സഹോദരങ്ങളെ, ഈമാനിന് വേണ്ടി കരഞ്ഞ ഒരുപാട് ഒരുപാട് സ്വാലിഹീങ്ങളുടെ കഥ പറയാനുണ്ട്, ഞാൻ നീട്ടി പറയുന്നില്ല. ഈമാൻ ഇബ്രാഹിം എന്തൊരു മഹാൻ! ചരിത്രത്തിൽ ഇബ്രാഹിം എന്ന മഹാനെ സംബന്ധിച്ച് പറഞ്ഞാൽ കേൾക്കാനും പറയാനും രസമുള്ളൊരു മനുഷ്യൻ, ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ധാരാളം പാഠങ്ങളുള്ള ഒരു മഹാൻ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? ആരാണ് ഇബ്രാഹിം? 18 രാഷ്ട്ര ബൽഖും അതിനെ ചുറ്റുവലയത്തിലുള്ള 18 രാഷ്ട്രങ്ങളുടെ നേതാവായ ഇബ്രാഹിം കാട്ടിലേക്ക് ഇബാദത്തിന് വേണ്ടി ഇറങ്ങിപ്പോവുകയാണ്. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا تركت الخلق طرا في رضاك وأيتمت العيال لكي أراك
അള്ളാഹുവിനെ നാളെ പരലോകത്ത് വെച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിൻ അതാ എല്ലാം വിട്ടേച്ചുകൊണ്ട്, ദുനിയാവും മുഴുവനും വിട്ടേച്ചുകൊണ്ട് ഇബാദത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. കാട്ടിൽ ചെന്ന് ഇബാദത്ത് എടുക്കുകയാണ്. ഇങ്ങനെ ഇബാദത്ത് വളരെ ചെയ്ത് ദുനിയാവിന്റെ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് ഇബാദത്തുമായി കഴിഞ്ഞുകൂടി കുറെ കാലം കഴിഞ്ഞു. ക്ഷീണിച്ചു, വിശന്ന്, തളർന്നു, പനി പിടിച്ച് കിടക്കാനെടുത്തപ്പോൾ ഒരു പള്ളിയിൽ കയറി വന്നു. പള്ളിയിൽ കയറി വന്നിട്ട് ഇമാമിനോട് പറഞ്ഞു, ഇമാം ഇശാസ്കാരം കഴിഞ്ഞ് പള്ളി പൂട്ടി പോവാ. അപ്പൊ ഇമാമിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പള്ളിയിലൊന്ന് കിടക്കട്ടെ. എവിടെ കിടക്കാൻ പറ്റും? ഞാനൊരു വിദേശികളെ തീരെ കിടത്തൂല. പള്ളിയിൽ നിന്ന് വാച്ചും പോയി ഒക്കെ കട്ടുണ്ട് വെച്ച് തീരെ കിടക്കാൻ പറ്റും. ഞാൻ ഇബ്രാഹിലതമാണ്. ഏത് ഇബ്രാഹിലതമായിട്ടും കാര്യം എവിടെ കിടക്കാൻ പാടില്ല. ഞാൻ ഇബ്രാഹിമനുദഹമാണെന്ന് ജീവിതത്തിൽ ഒരിക്കലും ആരും അറിയരുതേ എന്ന നിലയ്ക്ക് ജീവിച്ച ആരാ? ഒരിക്കലും ഒരു തോട്ടത്തിന്റെ സമീപത്ത് കൂടി പോകുമ്പോ ഒരു ഫക്കീർ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ട് ആ തോട്ടത്തിന്റെ പാറാവുകാരൻ ഇവിടെ വിളിച്ചു. അടുത്ത് ചെന്നപ്പോ, എനിക്ക് ഈ തോട്ടം കാവൽ നിൽക്കാൻ പറ്റുമോ? ഇതിലേക്ക് വെള്ളം തിരിക്കാനും ഇത് ശുശ്രൂഷിക്കാൻ എന്താ ഏറ്റെടുത്തു. ആ ജോലി ഏറ്റെടുത്തു. 3 മാസം കഴിഞ്ഞ് തോട്ടത്തിന്റെ ഉടമ തോട്ടത്തിലേക്ക് വരിക. 3 മാസം ജോലി ചെയ്തു. അപ്പോഴാണ് ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ തന്റെ കുറെ അനുയായികളെ കൂട്ടുകാരെയും വിളിച്ചിട്ട്, എനിക്കൊരു തോട്ടമുണ്ട്, അതങ്ങനെയാണ് ഇങ്ങനെയാണ് അതിന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ച് തന്റെ സ്നേഹിതന്മാരെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. ഈ പാറാവുകാരനെ വിളിച്ച്, നീ പോയിട്ട് ഒരു കൊല മുന്തിരി എടുത്തുള്ളൂ. ഒരു കൊല മുന്തിരി എടുത്തുകൊണ്ടുവന്ന് രാജാവിന്റെ മുമ്പിൽ, ഈ മുതലാളിയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അതെടുത്ത് ഭക്ഷിച്ചപ്പോ ഭയങ്കര പുളിയുള്ളു. ഇത് പുളിക്കുന്നല്ലോ. തന്റെ സ്നേഹിതന്മാരോടൊക്കെ ഇതിന്റെ മധുഹം പറഞ്ഞു കൊണ്ടുവന്നതാ. ഇത് ഭയങ്കര പുളിയാണല്ലോ, വേറൊന്നും കൊണ്ടുപോവാ. വേറൊന്നും എടുത്തു. അത് നോക്കുമ്പോ അതും ഭയങ്കര പുളിയുള്ളത്. 2-3 കൊല മുന്തിരി കൊണ്ടെന്ന് വെച്ച് കൊടുത്തതൊക്കെ പുളിയുള്ളത്. രാജാവിന് ഈ ഉടമസ്ഥൻ അങ്ങ് ദേഷ്യം പിടിച്ചു. ഉടമസ്ഥൻ ദേഷ്യം പിടിച്ചപ്പോ ഇബ്രാഹിം പറഞ്ഞു, യജമാനൻ ക്ഷമിക്കണം, അങ്ങ് എന്നെ തോട്ടം പാറാൻ വെക്കാൻ ഏൽപ്പിച്ചതാ, തിന്നു നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. തിന്നെങ്കിലല്ലേ രുചിയുള്ളത്, മധുരമുള്ളത്, പുളിയുള്ളത് ഏതാ? 3 മാസം ഈ തോട്ടത്തിൽ ജീവിച്ചിട്ട് ഏതാ പുളിയുള്ളത്, ഏതാ മധുരമുള്ളത് തനിക്കറിയില്ലല്ലോടാ വിട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പോ പറഞ്ഞു, യജമാനൻ ക്ഷമിക്കണം, അങ്ങ് എന്നോട് തോട്ടം തിന്നു നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല, പാറാൻ വെക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളൂ. തിന്നു നോക്കാനെങ്കിലല്ലേ മധുരവും പുളിയും അറിയാം. ഞാൻ ദുരെ തിന്നിട്ടില്ല. എന്റെ സംസാരം കേട്ട ചോദിച്ചാൽ ഇബ്രാഹിം പോലെ ഉണ്ട്. ഉടനോടൊന്ന് സ്ഥലം വിട്ടു. ഞാൻ ഇബ്രാഹിമാണെന്ന് അറിയോ എന്ന് വിചാരിച്ചിട്ട് 3 മാസം ജോലി ചെയ്ത് കാശ് പോലും വാങ്ങാതെ ആ തോട്ടത്തിൽ നിന്ന് ഇബ്രാഹിം ഇറങ്ങി. ഞാൻ ഇബ്രാഹിം ആണെന്ന് അറിയുമോ എന്ന് പേടിച്ചു. അങ്ങനത്തെ മനുഷ്യൻ പള്ളിയിൽ വെച്ച് ഇമാമനോട് പറഞ്ഞു, ഞാൻ ഇബ്രാഹിം. അത് എത്രമാത്രം വിഷമിച്ചിട്ടാന്ന് നിങ്ങൾ ചിന്തിക്കണം. പനി പിടിച്ച് ബോധം കെട്ടി കിടക്കാൻ സമയത്ത് വീഴാനെടുത്തപ്പോ പറഞ്ഞു, ഞാൻ ഇബ്രാഹിം ഇവിടെ കിടക്കട്ടെ. ഏത് ഇബ്രാഹിമായിട്ടും കാര്യം ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇമാമന് കുറ്റം പറയാനൊന്നും പറ്റൂല. വടകര മുഹമ്മദാലി തങ്ങളെ പെങ്ങളെ മോനാന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ നമ്മളെ പള്ളിയിൽ വന്നിട്ട് കമ്മിറ്റിക്കാര് തന്ന ശമ്പളം കെട്ടിയാണ് രാവിലെ മൂപ്പര് ചാടി. ഈ റൗഫുലാലമിന്റെ മോനാന്ന് പറഞ്ഞു വന്ന ഞാൻ കിടത്തൂല. പിന്നെ ഇമാമിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റുമോ? ഏപ്പിസ്താദിന്റെ മോനാന്ന് പറഞ്ഞു വന്നാൽ കടക്കാനായിക്കൂല. പേരും പറഞ്ഞു വന്നിട്ട് കാര്യമില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇമാമിനെ കുറ്റം പറയാൻ നമ്മൾക്ക് വയ്യ. ഇമാമിന് ഇതുവല്ല അപകടവും പണ്ട് കമ്മിറ്റി ശമ്പളം കൊടുത്തുന്ന ഏതെങ്കിലും വല്ല അവയാക്കന്മാരും വന്നിട്ടുണ്ടാവും. ഈ ചിത്രീകരണത്തിൽ ആരെങ്കിലും വന്നു കാണും. സഹോദരങ്ങളെ, ഇബ്രാഹിം ബലമായി കിടക്കാൻ ശ്രമിച്ചു. ഇത് വല്ലാതെ പറയേണ്ട ഒരുപാടുണ്ട്. ഇബ്രാഹിം ബലമായി കിടക്കാൻ ശ്രമിച്ചപ്പോൾ ഇമാമ് കാല് പിടിച്ചു വലിച്ചു. തല തറയിൽ വെച്ചടിച്ചു വീണു. ഇമാമ പള്ളിയുടെ ചവിട്ടുപടിയിലൂടെ കാല് പിടിച്ചുകൊണ്ട് ഇബ്രാഹിം ഉരദഹമിനെ വലിച്ചെറിയുമ്പോ തലയതാ തറയിൽ വെച്ചടിക്കുന്നു. ടേ 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 എന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ഇമാമ് പിടിച്ചെന്നെ വലിച്ചെറിഞ്ഞു. പാതിരാവരെ അബോധാവസ്ഥയിലാണ്. പാതിരാ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉരദഹമിന് ബോധം തെളിഞ്ഞു. അതാ ദൂരത്തൊരു മനുഷ്യൻ കട്ട പിടിച്ചു നിൽക്കുന്ന ഇരുട്ടേറിയ കാട്ടിൽ അങ്ങ് ദൂരത്തൊരു മനുഷ്യൻ തീ കത്തിക്കുന്നത് കണ്ടു. മെല്ലെ മെല്ലെ മുട്ടുകുത്തി നടന്ന് ആ തീ കത്തിക്കുന്ന മനുഷ്യന്റെ അടുത്ത് എത്തിയപ്പോൾ വലിയ ഒരു ഗ്രൗണ്ടിൽ, ഒരു കളത്തിൽ അയാൾ തീ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
അടുത്ത് ചെന്ന് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം സലാം ചൊല്ലി മടക്കി. ഇതിൽ കവിഞ്ഞൊരക്ഷരത്തിലും വരുന്നില്ല. അതാ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ദൂരെ മാറി നിന്നു. നോക്കുമ്പോൾ ഇയാൾ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ പേടിച്ച് വരച്ചിങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. എന്തോ പേടിയുള്ളതുപോലെ. കാട്ടിൽ ഒറ്റക്കിരുന്ന് പേടിക്കുകയാണോ? അല്പസമയം കഴിഞ്ഞ് ആ തീ കത്തിക്കലെല്ലാം കഴിഞ്ഞ് അതെല്ലാം ചാരമായി കഴിഞ്ഞു. ആ തീ കത്തിക്കുന്ന മനുഷ്യൻ അടുത്ത് വന്നപ്പോൾ സലാം ചൊല്ലിയത് മടക്കി അതിൽ കവിഞ്ഞ് പിന്നെ ഞാൻ സംസാരത്തിന് വന്നില്ല അല്ലേ? ഞാൻ വരാത്തതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ സമയത്ത് മറ്റൊരാളുടെ കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹം ശമ്പളം തന്നിട്ട് ജോലി ചെയ്യുകയാണ്. തൊഴിലാളികളെ ശ്രദ്ധിച്ചോ, മറ്റൊരാൾക്ക് ശമ്പളത്തിന് ജോലി ചെയ്യുന്നവനാണ് ഞാൻ. നിങ്ങളോട് സംസാരത്തിന് നിന്നതിന്റെ പേരിൽ എന്റെ തൊഴിലിൽ വല്ല വീഴ്ചയും അക്കാരണത്താൽ വന്നുപോയാൽ നാളെ ഞാൻ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ഞാൻ തിന്ന മുതൽ ഹലാലല്ലാതെയായി തീരും. അത് പേടിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരത്തിൽ വരാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അദ്ഹമിന് തോന്നി, ഇയാൾ നല്ലൊരു മനുഷ്യനാണല്ലോ, ഇയാളൊരു സ്വാലിഹായ മനുഷ്യനാണ്. നിങ്ങൾ എത്ര രൂപക്കാ ജോലി ചെയ്യും? ഞാൻ ഒരു ദിർഹമിനും ഒരു ദിർഹമിന്റെ 1/6. എന്നിട്ട് അതെന്ത് ചെയ്യും? ഒരു ദിർഹമിന്റെ 1/6 എന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഞാൻ എടുക്കും. ഒരു ദിർഹം. എന്റെ സഹോദരന്റെ മക്കളുണ്ട്, യതീമക്കള്. ഈ അടുത്ത ദിവസം എന്റെ ഒരു സഹോദരൻ മരിച്ചുപോയി. എന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മക്കും വാപ്പക്കുമുള്ള ശഖീഖായ സഹോദരനല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, മുഅ്മിനീങ്ങളൊക്കെ സഹോദരങ്ങളാണ്. ആ കൂട്ടത്തിൽ ഒരു സഹോദരൻ മരിച്ചു. അദ്ദേഹത്തിന്റെ മക്കൾ യതീമുകളാണ്. അവർക്ക് ആരും ഇല്ല, ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, യതീമിനെ പോറ്റുന്നു. സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പണം യതീമിനെ പോറ്റാൻ വേണ്ടി സഹായിക്കുന്ന, അധ്വാനിക്കുന്ന, ചെലവ് ചെയ്യുന്ന ഈ മഹാമനുഷ്യൻ കുറച്ചുകൂടി നല്ല ആളാണ്. നിങ്ങൾ എന്താണ് രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് പേടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് തീ കത്തിക്കുന്ന മനുഷ്യൻ പറയുന്നു, കുല്ലും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകീനലിഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വാൾ കാലുമായി എത്ര കണ്ട് അടുത്ത് കിടക്കുന്നുവോ അതിനേക്കാളും തന്റെ മരണം തന്നോടടുത്തിരിക്കുന്നു. നമ്മുടെ മരണത്തിന്റെ സ്ഥിതി അതല്ലേ? നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വാറ് കാലുമായി അടുത്ത് കിടക്കുന്നതിനേക്കാളും മരണം നമ്മോട് അടുത്ത് കിടക്കുകയാണ്. എന്റെ മരണം എന്റെ വലതു ഭാഗത്തു കൂടിയോ എന്റെ ഇടതു ഭാഗത്തു കൂടിയോ വരുന്നുണ്ടോ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇബ്രാഹിം അദ്ദേഹത്തിന് തോന്നി ഇയാൾ വളരെ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് ഇബ്രാഹിം അദ്ദേഹം ചോദിച്ചു, നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കും തോന്നുന്നു. അള്ളാഹുവിനോട് നിങ്ങൾ വല്ലതും ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്തതുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് വല്ലതും ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്തതുണ്ടോ? നിങ്ങൾക്ക് ഇല്ല. ഞാൻ എന്റെ റബ്ബിനോട് എന്ത് ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഒറ്റ വിഷയം എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. അതെന്താണ്? അല്ലാഹുവേ, നിന്റെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഞാൻ കേട്ടു പരിചയമുണ്ട്. ആ മഹാമനുഷ്യന് ഹയാത്തോടുകൂടി എന്റെ കണ്ണിലൊന്ന് കാണിച്ചുതാ റബ്ബേ എന്ന് 20 കൊല്ലമായി അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നു. ഇതുവരെ ഞാൻ ഇബ്രാഹിം അവനെ കണ്ടിട്ടില്ല. ആ ദുആക്ക് മാത്രം എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഇതെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വന്നത് കാലുകൊണ്ട് നടന്നിട്ടല്ല, മുട്ടുകുത്തിയാണ് ഞാൻ നിങ്ങളെ മുമ്പിലെത്തിയത്. ഇതെന്ന് പറഞ്ഞപ്പോൾ എന്റെ 20 കൊല്ലത്തെ ദുആയുടെ സാക്ഷാത്കാരമാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഇബ്രാഹിം അദ്ദേഹമാണ് എന്റെ മുമ്പിലുള്ളത് എന്ന നിലക്ക് അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സന്തോഷം പങ്കിട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ്, റബ്ബ്
ചെയ്തു കൊടുത്ത ദുആന്റെ ഉത്തരത്തിൽ സന്തോഷിക്കുന്നു. ആ മനുഷ്യൻ അവിടെ വച്ച് മരണപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ 20 കൊല്ലം എന്നെ ഇബ്രാഹിം ഒന്ന് കാണിച്ചു തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യാവുന്ന ഒരു പദവിയിലേക്ക് ഉയർന്ന മനുഷ്യനാണ്. സഹാബത്ത് മാത്രമല്ല, അമ്പിയാക്കൾ മാത്രമല്ല, പിൽക്കാലത്തെ മുഅ്മിനീങ്ങൾ ആരാടോ മരണത്തിന്റെ കാര്യത്തിൽ പേടിക്കാത്തത്? അതാ ഇബ്രാഹിം അവന്റെ കഥയിലേക്ക് വരൂ. ആ മഹാമനുഷ്യൻ കാട്ടിൽ നിന്നൊരിക്കൽ നാട്ടിലേക്ക് തിരിച്ചു വരും. വന്ന് കണ്ടപ്പോഴേ വയസ്സന്മാർക്ക് മനസ്സിലായി ഇബ്രാഹിം അബ്രഹമാണ്. ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തരണം. ഇബ്രാഹിം അബ്രഹം പറഞ്ഞു, നിങ്ങളോട് വഅദ് പറയാൻ എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം വിശദീകരിച്ച് പ്രസംഗിക്കുന്നു. 4 മണിക്കൂർ നീണ്ട പ്രസംഗം. അതിൽ ഇബ്രാഹിം അബ്രഹം പറയുന്നത്, ഏത് മനുഷ്യനും മരിക്കാൻ സാധ്യമല്ല. മരണം ഏത് മനുഷ്യരെയും പിടികൂടും. ദുനിയാവിലെ ഏത് വിഷയങ്ങളും നമുക്ക് മാറ്റിവെക്കാം. മരണം എന്ന് പറയുന്നത് മാറ്റിവെക്കാൻ പറ്റില്ല. ഈ ടൈം അപ്പുറത്തേക്ക് നീക്കി വെക്കാൻ പറ്റില്ല. മറ്റെന്ത് സംഗതിയും നമുക്ക് മാറ്റിവെക്കാം. ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യാം. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ തിരിച്ചു മറിച്ചു വെക്കാം. മരണം ഒരു സെക്കൻഡ് പോലും മാറ്റിവെക്കാൻ സാധ്യമല്ല. ആ മരണം എന്നിൽ പിടികൂടുമ്പോൾ ഏത് മനുഷ്യരും ഇവിടെ നിന്ന് മരിക്കുമ്പോൾ രണ്ടാലൊന്ന് തീരുമാനിക്കപ്പെടും. ഈമാനോട് കൂടിയാണോ മരിക്കുന്നത്, അതല്ല ചത്തുപോവുകയാണോ? ഈമാനില്ലാതെ ഞാൻ നശിച്ചു പോകേണ്ടി വരുമോ? ഈ കാര്യം ആലോചിച്ച് രണ്ടാലൊരവസ്ഥയിലായിരിക്കുമല്ലോ ഒരു മനുഷ്യൻ മരിക്കുന്നത്. ഇക്കാര്യം ആലോചിച്ച് ഞാൻ തന്നെ എന്റെ നഫ്സിന്റെ കാര്യത്തിൽ വേജാറിലാണ്. പിന്നെങ്ങനെ ഞാൻ നിങ്ങളോട് വഅദ് പറയും? മരണമാസന്നമായ ഒരു മനുഷ്യന്റെ സമീപത്ത് നിൽക്കുന്നവർ, അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന്റെ സ്വത്തിന് അവകാശികളായി വരുന്ന മക്കളോ, ജ്യേഷ്ഠാനുജന്മാരോ, ഭാര്യ ഭർത്താക്കന്മാരോ അല്ലാത്തവർ, വാരികങ്ങളിൽ പെട്ടവർ അല്ലാത്തവർ, അനന്തരാവകാശികളിൽ പെട്ടവർ അല്ലാത്ത ആളുകൾ മരിക്കുന്ന മനുഷ്യന്റെ സമീപത്ത് നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ അദ്ദേഹം കേൾക്കുമാർ ചൊല്ലിക്കൊണ്ടിരിക്കണം. ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയരുത്, നിർബന്ധിച്ച് കീർത്തിക്കരുത്. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈമാനുള്ള ഒരു മനുഷ്യരത് കേൾക്കുമ്പോ ഓർമ്മയാകും. എന്താ മക്കള് പറയരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ബാപ്പ് തെറ്റിദ്ധരിച്ചാലോ? ഞാനങ്ങ് മരിച്ചു കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇവന്റെ സത്വരി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സന്ദർഭത്തിൽ വരാതിരിക്കാൻ സൂക്ഷിക്കണം. മക്കള് ആരുമില്ലെങ്കിൽ മക്കള് ചൊല്ലിക്കൊടുക്കുക തന്നെ, ഓർമ്മപ്പെടുത്തി കൊടുക്കുക തന്നെ. അതേ സമയത്ത് മറ്റു കൂടി നിൽക്കുന്ന ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ സുന്നത്താണ്. ആ കൂട്ടത്തിൽ ആ മരിക്കുന്ന മനുഷ്യനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും മിണ്ടണ്ട, ദുന്യവിയായും ഒന്നും സംസാരിക്കരുത്. അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ച് ആ പറഞ്ഞു കിട്ടിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാളെ റൂഹങ്ങ് പിരിഞ്ഞു കിട്ടണം. നിങ്ങൾ അവിടെ വെച്ച് മറ്റെന്തെങ്കിലും സംസാരിച്ചാൽ അയാളെ ശ്രദ്ധ മാറിപ്പോകും. ഇബ്ലീസ് പിന്നെയും പറ്റിക്കും. പറഞ്ഞു കിട്ടിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതായിരിക്കട്ടെ അവസാനത്തെ വാക്ക്. ഇനി ആ വാക്ക് വിട്ടുകൊണ്ട് അയാളെ മറ്റു വല്ല വിഷയങ്ങളിലേക്കും സംസാരം നീങ്ങിപ്പോയാൽ നിങ്ങൾ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി. നിരാശപ്പെടല്ലേ മുഅ്മിനീങ്ങളെ, നിരാശപ്പെടല്ലേ. പരമാവധി നന്നാവാൻ ശ്രമിച്ചോ. അള്ളാഹുവാണ് അതൊക്കെ സലാമത്താക്കി തരുന്നത്. വേണമെന്ന ചിന്ത മനസ്സിൽ നിങ്ങൾ ഒഴിവാക്കാതിരുന്നാൽ മതി. അത് തന്നെ നമുക്ക് വലിയ കാര്യമാണ്. ഈമാനോടെ മരിച്ചു കിട്ടണമെന്ന ചിന്ത മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചാൽ മതി. അള്ളാഹുവാണ് സലാമത്താക്കുന്നവൻ. നല്ലവണ്ണം ദുആയിരുന്നു. അത് ഇന്നവർക്ക് കിട്ടുമെന്നില്ല, ആലിമ് തന്നെ ആകണമെന്നില്ല. ആലിമീങ്ങൾക്ക് പവിത്രതയുണ്ട്, ബഹുമാനമുണ്ട്, അന്തസ്സുണ്ട്. മലക്കുകൾ വലിയ സ്വീകരണം കൊടുത്ത് ഏറ്റുവാങ്ങി കൊണ്ടുപോകും. എന്നാലും സാധാരണക്കാരെ നിങ്ങൾ നിരാശപ്പെടരുത്. എത്രയോ സാധാരണക്കാരായ ആളുകൾ കലിമ ചൊല്ലി മരിക്കുന്നത് കാണാൻ നമുക്കൊക്കെ പലപ്പോഴും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മരണമാസന്നമായ ഒരാളെ മുൻപിൽ നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അയാൾ പറഞ്ഞാൽ പിന്നെ നമ്മൾ പറയരുത്. അങ്ങനെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് കൂടി നിൽക്കുന്ന ശിഷ്യന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുമ്പോൾ ഉസ്താദ് പറയുന്നു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ ഖൂലു ഹകദാ ലാ ഖൂലു ഹകദാ ഞാൻ അപ്രകാരം പറയില്ല, ഞാൻ അങ്ങനെ പറയില്ല.
ആകെ ശിഷ്യന്മാർ തളർന്നു. എന്താണ് റബ്ബേ കേൾക്കുന്നത്? എത്രയോ ഗ്രന്ഥങ്ങൾ രചിച്ച 10,000-കണക്കിന് വലിയ വലിയ പണ്ഡിതന്മാരെ ലോകത്ത് വാർത്തുവിട്ട ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹം ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറയുന്നു. കുറെ സമസ്തക്ക് ശിഷ്യന്മാർ കരയാൻ തുടങ്ങി, വേദനപ്പെട്ട് സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം അല്പസമയം കഴിഞ്ഞ് മുഖം തെളിഞ്ഞു. എന്തോ ഒരു അബോധാവസ്ഥയിൽ നിന്ന് തെളിഞ്ഞതുപോലെ ശിഷ്യന്മാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്തിനാ കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദേ, ഞങ്ങൾ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തന്നപ്പോ നിങ്ങൾ പറയുന്നത് ലാ അഖൂലു ഹക്കദ, ഞാൻ അങ്ങനെ പറയില്ല എന്നാണ്. അത് കേട്ട സങ്കടം കൊണ്ടാണ് ഞങ്ങൾ കരയുന്നത്. അപ്പോൾ ഉസ്താദ് പറയുന്നു, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോടല്ല ഞാനത് പറഞ്ഞത്. ഇബ്ലീസ് എന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഇമാം ഖുർത്തുബി അല്ലാഹു രണ്ടുണ്ടെന്ന് പറ, അല്ലാഹു രണ്ടെണ്ണമുണ്ടെന്ന് പറ, അല്ലാഹു രണ്ടെണ്ണമുണ്ടെന്ന് പറ എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഇടതും വലതും സമ്മർദ്ദം ചെലുത്തി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവനോടാണ് ഞാൻ പറഞ്ഞത് ലാ ഖൂലു ഹക്കദ, അത് ഞാൻ പറയില്ല, അത് ഞാൻ പറയില്ല എന്ന് അവനോടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളോടല്ല. ഇമാം ഖുർത്തുബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച് മരിച്ചു. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സലാമത്താക്കി തരട്ടെ. ഇബ്ലീസ് വന്നാൽ ആട്ടി ഓടിക്കാൻ കഴിയുന്ന ഖുവ്വത്തുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാവട്ടെ. ഈമാനില്ലാതെ മരിച്ചു പോകേണ്ടുന്ന ഇബ്ലീസിനെ പെട്ടെന്ന് പോക്കറ്റ് അടിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന സാധുക്കളിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കുമാറാവട്ടെ. അതിൽ 12 സൈസ് ആളുകളെ ഇബ്ലീസിന് പെട്ടെന്ന് കിട്ടും. അതാണ് അസ്ബാബ് സൂൽ ഖാത്തിമ എന്ന് പറഞ്ഞാൽ. സൂൽ ഖാത്തിമത്തിന്റെ കാരണങ്ങൾ സുബ്ഹാനല്ലാഹ് ഞാനത് പറഞ്ഞാൽ എവിടെയും ഈ വിഷയം എവിടെയും എത്തിക്കാൻ കഴിയില്ല. ഞാൻ ഇത്രയും പറഞ്ഞ വിഷയങ്ങൾ എനിക്ക് ആഴ്ചകളല്ല മാസങ്ങൾ പറയാൻ മാത്രമുണ്ട്. ഇത് വളരെ വിശാലമായൊരു വിഷയം. 1-2 മണിക്കൂറുണ്ടെന്നും പറയാൻ പറ്റിയതല്ല. ഞാൻ എത്രയോ ചുരുക്കി വളരെ ചുരുക്കിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും പറഞ്ഞത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്നു. ഈ 12 കാരണങ്ങൾ പറയാൻ ചുരുങ്ങിയത് 12 ദിവസം വേണം. ഏറ്റവും ചുരുങ്ങിയത് 12 ദിവസം വേണം. ഒരു വാക്ക് ഞാൻ പറയുന്നു, അത് പറഞ്ഞ് ഞാൻ എന്റെ വാഴ നിർത്തുകയാണ്. അസ്ബാബ് സൂൽ ഖാത്തിമ, സൂൽ ഖാത്തിമത്ത് സംഭവിക്കുന്ന ഒന്നാമത്തെ കാരണം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത് ലൗ കാന നബിയ്യൻ ബഅദ റസൂലുള്ളാഹി വഅദ റസൂലില്ലാഹി ലകാനൽ ഗസാലി നബിയ്യാ. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ശേഷം ഒരു നബി അങ്ങാരും വരാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ അത് ഇമാം ഗസാലിയാ. അതിന് പറ്റിയ ആൾ വലിയ യോഗ്യനാണ്. റസൂലുള്ളാഹിക്ക് ശേഷം ഒരു നബി വരൂലല്ലോ. വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിന് യോഗ്യനാരാ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ പറയുകയാണ്, 12 കാരണങ്ങളിൽ ഒന്നാമത്തത് അൽ ബിദ്അതു യുഖ്ശാ അലൈഹി സൂഉൽ ഖാത്തിമ. മരിക്കുന്ന സമയം ഈമാനില്ലാതെ മരിച്ചു പോകുന്ന സൂൽ ഖാത്തിമത്ത് സംഭവിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് അൽ ബിദ്അത്ത്, ബിദ്അത്താണ്. എന്താണ് അതിന്റെ ഗൗരവം? ബഹുമാനപ്പെട്ട ഇമാം ഖത്തീബുൽ ബഗ്ദാദി തന്റെ താരീഖ് ബഗ്ദാദിൽ പറയുന്നു, ഒരു ബിദ്അത്തിന്റെ അഹ്ലുകാരന്റെ മുഖത്തേക്ക് നോക്കി ഒരു മനുഷ്യൻ അവനോടുള്ള സ്നേഹത്തോടുകൂടി ആ അംഗീകാര സ്വഭാവത്തിൽ ഒരു പുഞ്ചിരി കൊടുത്തു കഴിഞ്ഞാൽ സലബല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, ഈമാനിന്റെ നൂറാനിയത്ത് ആ ചിരിച്ചവന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഊരിക്കളഞ്ഞു. ഒരു ബിദ്അത്തുകാരനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ അല്ലാഹു ഖൽബിന്ന് ഈമാൻ ഊരിക്കളയും. പിന്നെ ബിദ്അത്ത് പെട്ടാലോ, ബിദ്അത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറ്റം പറയലല്ലേ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും തരം താഴ്ത്തലല്ലേ പ്രിയപ്പെട്ടവരെ. ഈമാനിന്റെ ഘടകങ്ങൾ എന്താണ്? ഈമാനിന്റെ ഘടകങ്ങൾ 2 ഘടകങ്ങളാണ് ഈമാനിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് തഅലീമു മാ അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. മറ്റൊന്ന് മഹബ്ബത്തു റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത്. ഇത് 2ആണ് ഈമാനിന്റെ ഘടകം. ഈമാനിന്റെ 2 ഇതാണ് ഈമാൻ. ഈ 2 എണ്ണമാണ് ഈമാൻ. ഇത് പണ്ഡിതന്മാര് നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരും. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, റസൂലുള്ളാഹിയെ ബഹുമാനിക്കുക. റസൂലുള്ളാഹിനെ പറ്റി ലോകത്ത് എത്ര അഭിപ്രായമുണ്ട്? 2 അഭിപ്രായം.
രണ്ടഭിപ്രായമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ളത്. എന്താ? ഒന്ന് നബി അസാധാരണക്കാരൻ, ഒന്ന് നബി സാധാരണ മനുഷ്യൻ. ഈ സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞതിൽ പെട്ടു സൽമാൻ റുഷ്ദിയും എല്ലാ വഹാബിയും സർവ്വ ആളുകളും അതിൽപ്പെട്ടു. നബി അസാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അതും പെട്ടു. ഈ രണ്ടഭിപ്രായമല്ലേ ലോകത്തുള്ളൂ റസൂലുള്ളാഹിനെ സംബന്ധിച്ച്. റസൂലുള്ളാഹിനെ പറ്റി രണ്ടഭിപ്രായമല്ലേ ലോകത്ത്. ഒന്ന് നബി അസാധാരണ വ്യക്തിയാണ്, ഒന്ന് നബി സാധാരണ വ്യക്തിയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നല്ല ശ്രദ്ധിക്കണേ, നമ്മുടെ ഈമാനിന്റെ ഒരു വിഷയമാണത്. വളരെ ഗൗരവത്തിൽ നിങ്ങൾ ഇത് പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അല്ലാഹുവിന്റെ റസൂൽ അസാധാരണ വ്യക്തി എന്ന് നാം പറയുമ്പോ നാം എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി അസാധാരണ വ്യക്തി എന്ന് പറയുന്നത്? റസൂലുള്ളാഹിന്റെ കണ്ണ് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചെവി സ്വർണമാണ്, വെള്ളിയാണ്. അവിടുത്തെ ശരീരം പഞ്ചലോഹമാണ്. അതുകൊണ്ടാണ് നബി അസാധാരണ വ്യക്തിയായത് എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? നാം അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് എതിരാളികൾ നമ്മെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ല. റസൂലുള്ളാഹിയുടെ ശരീരമോ ഏതെങ്കിലും ഒരു അവയവോ റസൂലുള്ളാഹിന്റെ പ്രവൃത്തിയോ വെള്ളിയോ പഞ്ചനക്ഷത്രങ്ങളോ പഞ്ചലോഹങ്ങളോ എന്തെങ്കിലും ഒന്നായത് കൊണ്ടാണ് റസൂലുള്ളാഹി അസാധാരണ വ്യക്തിയായത് എന്ന് നമുക്ക് അഭിപ്രായമില്ല. നാം അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്ന് ശത്രുക്കൾ പോലും പറയുന്നുമില്ല. എന്നാൽ പിന്നെ ഇതിന്റെ അർത്ഥം എന്ത്? റസൂലുള്ളാഹിന്റെ കണ്ണ് അതിനൊരു പ്രത്യേക വ്യക്തിത്വമുണ്ട്, റസൂലുള്ളാഹിന്റെ കാത് അതിനൊരു പ്രത്യേക വ്യക്തിത്വമുണ്ട്, റസൂലുള്ളാഹിന്റെ നാവ് അതിനൊരു പ്രത്യേക വ്യക്തിത്വമുണ്ട്, റസൂലുള്ളാഹിന്റെ ശരീരവും അവിടുത്തെ ജീവിതവും അതിന് പ്രത്യേക വ്യക്തിത്വമുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രത്യേക വ്യക്തിത്വത്തിന്റെ പേരിലാണ് റസൂലുള്ളാഹി സാധാരണക്കാരനായത് എന്നല്ലേ നമ്മുടെ വിശ്വാസം. അപ്പോൾ നബി സാധാരണക്കാരൻ എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം പോലും നിഷേധിക്കുകയല്ലേ, റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം അംഗീകരിക്കാതെ വരികയല്ലേ. അവൻ പിന്നെ മരിക്കുമ്പോ മൂമിനായി മരിക്കോ? അവൻ മൂമിനായി മരിക്കോ? അള്ളാഹിന്റെ റസൂലിന്റെ വ്യക്തിത്വം അംഗീകരിക്കാത്തവർ നാം റസൂലുള്ളാഹിനെ അസാധാരണക്കാരനാക്കിയത് എന്തെങ്കിലും വെള്ളി സ്വർണം ഇതൊന്നും വെച്ചിട്ടല്ല. നബിയുടെ കണ്ണ് സാധാരണ മനുഷ്യന്റെ കണ്ണല്ല, ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള കണ്ണാണ്. അവിടുത്തെ കൈകാലുകളും ചലനവും നിശ്ചലനവും ശരീരം മൊത്തം അല്ലാഹുവിനാൽ ആദരിക്കപ്പെട്ട ഒരു പ്രത്യേക വ്യക്തിത്വമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കൽ ശിർക്കാണെന്നാണ് ഈ മറുകക്ഷികൾ ബിദ്അത്തുകാർ പറയുന്നത്. എങ്കിൽ നബി തങ്ങളുടെ വ്യക്തിത്വത്തെയാണ് അവർ നിഷേധിക്കുന്നത്. നബിയുടെ വ്യക്തിത്വത്തെ നിഷേധിച്ചാൽ ഈമാനിന്റെ ഘടകങ്ങളിൽ ഒന്നുപോയി. ഈമാൻ മഹബ്ബത്ത് റസൂലില്ലാഹി. ഈമാനിന്റെ രണ്ട് ഘടകങ്ങളിൽ ഒന്ന് റസൂലുള്ളാഹി. അവിടെ റസൂലുള്ളാഹിനെ പരമാവധി താഴ്ത്തി, ഏറ്റവും മോശമാക്കി. മറുവശം തഅലീമു മാ അല്ലമല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതൊക്കെ ബഹുമാനിക്കുക. അല്ലാഹ് ബഹുമാനിച്ചതാണെന്ത്? പള്ളി, കഅബ, മദീന, മക്ക, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഖുർആൻ എല്ലാം അല്ലാഹു ബഹുമാനിച്ചതാ. ആ ബഹുമാനിച്ചതിനെ എങ്ങനെയാ കാണുന്നത്? ഈ അടുത്ത ദിവസം കുറച്ചു മുമ്പ് വൈറ്റിലെ പള്ളിയിൽ ഒരുത്തൻ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കക്ഷത്ത് എന്തോ ഒരു വലിയ നീളമുള്ള ഒരു പേപ്പർ ഇങ്ങനെ മടക്കി കക്ഷത്ത് വെച്ചു. അതുപോലെ അറബി എഴുത്ത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, എന്താണോ അത്? ബുഖാരി ടെസ്റ്റ്. ബുഖാരി ടെസ്റ്റ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. 14,000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടായ കിതാബ് രചിക്കാൻ ഓരോ ഹദീസുകളും ആ കിതാബിൽ എഴുതുമ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ച് നബി തങ്ങൾ സമ്മതം കൊടുത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി തഅദീമും ബഹുമാനവും കൽപ്പിച്ച് അല്ലാഹുവിനെ 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് ഒരു ഹദീസ് അതിൽ ചേർക്കുകയെങ്കിൽ 7000 ഹദീസിന് വേണ്ടി 14,000 റക്അത്ത് സുന്നത്ത് നിസ്കാരം സഹീഹുൽ ബുഖാരിക്ക് വേണ്ടി മാത്രം ഇമാം ബുഖാരി നിർവഹിച്ചിട്ടുണ്ട്. ആ സഹീഹുൽ ബുഖാരി എടോ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നും പറഞ്ഞ് തള്ളാൻ മാത്രം നിന്റെ സാധിച്ചെങ്കിൽ നിനക്ക് അമ്പിയാക്കളോടല്ല, ഔലിയാക്കളോടല്ല, പള്ളിയല്ല, എല്ലാം നിനക്ക് അനാദരവാണ്. സഹീഹുൽ ബുഖാരി എന്നിട്ടാ ബുഖാരിയിലുണ്ടോ നോക്കുന്നത്? എന്തൊരു ചോദ്യമാണ്! ഈ ഒരു ചോദ്യം കേട്ടാൽ സാധാരണക്കാരനെ പറ്റിക്കുന്ന എന്തെല്ലാം ചോദ്യം. റസൂലുള്ളാഹി ഇസ്തിഗാഥ ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹി ഇസ്തിഗാഥ ചെയ്യൂലടോ. റസൂലുള്ളാഹി ഇസ്തിഗാഥ ചെയ്യൂല, ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല. എന്താ ഇസ്തിഗാഥ എന്ന് പറഞ്ഞാൽ? മഹാന്മാരോട് സഹായം ചോദിക്കല. ഇവിടെ റസൂലുള്ളാഹിനേക്കാൾ
പറഞ്ഞൊരു മഹാനുണ്ടോ? പിന്നെ റസൂൽ ഇസ്തിഗാസ ചെയ്യാൻ പാടുണ്ടോ? സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ ഈ വാദം ആരുന്നയിക്കുന്നോ അവരാണ് ബിദ്അത്തുകാർ. അതിൽ നിങ്ങൾ പെട്ടുപോയാൽ സാധാരണക്കാരിൽ എത്ര പെട്ടെന്ന് അതിലൊക്കെ കുടുങ്ങുന്നത് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചോദിക്കുക ഉസ്താദന്മാരോട്. റസൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാലോ. എന്തിനാ റസൂൽ ഒക്കെ ചെയ്യാത്ത ഇക്കാര്യം ചെയ്യണത്? ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരൊറ്റ പോയിന്റ് നിങ്ങളെ മുമ്പിൽ ഞാൻ വെക്കുന്നു. മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടലാണ് ഇസ്തിഗാസ. ജീവിച്ചിരിക്കുന്നവരായാലും കുഴപ്പമില്ല. 4 തരം ഇസ്തിഗാസ ഉണ്ട്. ജീവിക്കുന്നവനോട്, ജീവിക്കുന്നവൻ മരിച്ചവരോട്, മരിച്ചവൻ ജീവിക്കുന്നവരോട്. മരിച്ചവൻ ജീവിക്കുന്നവരോട് ചോദിക്കാൻ നേരത്തെ ഞാൻ പറയാം, തദ്ദിമൂരി വേഗം കൊണ്ടുപോകാം, അഖിറൂരിനെ കൊണ്ടുപോകല്ലേ. അത് മരിച്ചവൻ ജീവിച്ചിരിക്കുന്നവരുടെ സഹായം ചോദിക്കല. സഹായം പല വിധത്തിലാവാം. തന്നേക്കാൾ വലിയ ഒരാളോട് സഹായം ചോദിക്കലല്ലേ ഇത് ഇസ്തിഗാസ. ഇവിടെ റസൂലുള്ളാഹിനേക്കാൾ വലിയൊരാളുണ്ടോ? റസൂലുള്ളാഹിനേക്കാൾ വലിയൊരാളോടല്ലേ ചോദിക്കേണ്ടത്? ദുനിയാവിന് റസൂലുള്ളാഹിനേക്കാൾ വലിയൊരാളുണ്ടോ? അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, റസൂലുള്ളാഹി ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല, ചെയ്യാൻ പാടില്ല. കാരണം നബിയേക്കാളും വലിയൊരാൾ ഈ ദുനിയാവിലില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ നമുക്ക് പഠിപ്പിച്ചു തന്നു, ചെയ്തോ, നിങ്ങൾ ചെയ്തോ. അപ്പൊ എല്ലാം നബി ചെയ്തോ, നബി ചെയ്തോ, നബി ചെയ്തോ എന്ന ചോദ്യം തന്നെ ഈമാനില്ലാത്ത ചോദ്യത്തിന്റെ അടയാളമാണ്. മുസ്തഫ നബിയെ താഴ്ത്തിക്കെട്ടലാണ്, റസൂലുള്ളാഹിനെ മോശമാക്കലാണ്. ഈ ചോദ്യങ്ങളും വാദഗതികളും ഇത്യാദി വാദഗതികൾ ആര് ഉന്നയിക്കുന്നോ മനസ്സിലാക്കിക്കോ, ബിദ്അത്ത് ഹൃദയത്തിൽ കടന്നുകൂടി. ഈമാനിന്റെ ഘടകങ്ങൾ തെറിച്ചുപോയി. അല്ലാഹു ബഹുമാനിച്ചവരെ നിന്ദിക്കുക, ഔലിയാക്കന്മാരെ മോശാക്കി പറയുക, ഇതാണ് അവരുടെ സ്വഭാവം. ഈ ഔലിയാവിനെയും സ്വാലിഹീങ്ങളെയും നിന്ദ്യമാക്കി കളയും. ഞങ്ങളെ എന്റെ നാടെവിടെ? കോട്ടക്കൽ. മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ ആയുർവേദത്തിന്റെ കേന്ദ്രമായ കോട്ടക്കൽ എന്ന് എല്ലാവർക്കും അറിയപ്പെടുന്ന കോട്ടക്കലിന്റെ വടക്ക് വശത്ത് ഒരു ഫർലോങ് നടന്നാലുള്ള ഒരു ഗ്രാമത്തിന്റെ പേരാണ് ആട്ടീരി. അതേ പോയിന്റിൽ അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പറപ്പൂർ. ഇത് രണ്ടും അടുത്തടുത്ത ഗ്രാമങ്ങളാണ്. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. എന്റെ മഹല്ലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിച്ചു നീക്കി. ധാരാളം കാലം ജുമാ നടന്ന പള്ളി. ജുമാ അല്ലട്ടോ അവരുടെ മീറ്റിംഗ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ, നിന്റെ ജുമായിലൂടെ ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞില്ലേ, ആ മീറ്റിംഗ് കുറെ വെള്ളിയാഴ്ചകളിൽ ആ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. സ്ത്രീ പുരുഷ സമ്മിശ്ര മീറ്റിംഗുകൾ നടക്കാറുണ്ട്, എന്തോ പ്രസംഗങ്ങൾ നടക്കാറുണ്ട്. കുറെ എണ്ണത്തിന് അതിന്റെ അടുത്ത് മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പള്ളി പൊളിച്ചു നീക്കി. സ്കൂളിലെ കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ടിന് വേണ്ടി. നോക്കണോ നിങ്ങൾ, സ്കൂളിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടിന്റെ പവിത്രത റബ്ബിന്റെ ഭവനത്തിന് കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു ബഹുമാനിച്ച പള്ളിയെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണോ, ഈ പള്ളി ഖിയാമത്ത് നാൾ വരെ വഖഫ് ചെയ്യപ്പെട്ട സ്ഥിതിക്ക് അത് പള്ളിയാണ്, നിയമം മാറ്റാൻ പറ്റൂല. പഴയകാലത്ത് ആളുകൾ ജീവിച്ചിരുന്ന പള്ളിയുടെ പരിസരത്ത് ഒരു ചെറിയൊരു തറ കാണും, ഒരു ഗ്രൗണ്ട്, ഒരു ചെറിയൊരു കുഴി കെട്ടിട്ടുണ്ടാവും. പള്ളിയിൽ നിന്ന് തൂത്തുവാരുന്ന പൊടിപടലങ്ങൾ കൊണ്ടുപോയി ഇടാൻ. ആ പൊടിപടലങ്ങൾക്ക് അവർ ബഹുമാനം കൽപ്പിച്ചിരുന്നു. അതങ്ങനെ കൊണ്ടുപോയിട്ട് അത് കുറെ മണ്ണ് കൂടിക്കിടന്നിട്ട് ഒരു തറയായി മാറിയെങ്കിൽ അവിടെ എത്തിക്കാതിരുന്ന കൂലി കിട്ടുന്ന, അവിടെ തഹയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയാണത്. പള്ളിന്റെ ബഹുമാനം അതിന് വരുന്ന രൂപങ്ങളുണ്ട്. ഈ നിലക്ക് പവിത്രത കൽപ്പിക്കുമ്പോൾ നാം അള്ളാഹുവിന്റെ പള്ളിയെ ഈ വിധത്തിൽ പവിത്രത കൽപ്പിക്കുമ്പോ, സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾക്ക് കളിക്കാൻ സ്കൂളിന്റെ ഗ്രൗണ്ട് ശരിപ്പെടുത്താൻ വേണ്ടി ഒരു പവിത്രമായി കൽപ്പിക്കപ്പെടേണ്ടുന്ന പള്ളിയെ പൊളിച്ചു മാറ്റി, അതതാ സ്കൂൾ ഗ്രൗണ്ടാക്കി മാറ്റി. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് കേൾക്കും, വിരോധം കൊണ്ട് പറയാം. ഇവിടെ ചന്ദ്രികാ ദിനപത്രത്തിൽ അത് വലിയ തുടർ ലേഖനമായി പ്രസിദ്ധീകരിച്ചു. അവസാനം അതൊരു പുസ്തകമായി ഇറങ്ങി. അപ്പൊ ആ പുസ്തകത്തിനെ പരസ്യം ചെയ്യല്ല, എന്നാലും ആരെങ്കിലും ഒന്ന് വായിച്ചു കിട്ടിയെങ്കിൽ. ഒരു നെയ്യും ചേരാത്ത, ഒരു ചളിയും ചേരാത്ത പരിശുദ്ധ നെയ്യ് എന്ന് പറഞ്ഞ് പേരിടാനിട്ട് നിങ്ങൾക്ക് അറിയില്ല. കാരണം ഇതൊക്കെ ജാതി ഒന്നാണ്. എന്നിട്ട് അതിന് പേരിട്ടതേ ശരിയായില്ല. ഒരു ചളിയും ചേരാത്ത പരിശുദ്ധ നെയ്യ് നന്നാക്കിയതാ വടക്കാക്കിയതാ? പാർട്ടിനെ നന്നാക്കിയതാ വടക്കാക്കിയതാ? ചീത്തയാക്കിയതാ ഈ പേര്? ആ പുസ്തകത്തിൽ കാണാം അവർ പൊളിച്ചു നീക്കിയ പള്ളികളുടെ കഥ. ഇതൊരു പള്ളിയല്ല, ഇതെന്റെ മഹല്ലത്തിലുള്ളത്, എനിക്കറിയുന്നത്, ഞാൻ അത് അങ്ങനെ പറഞ്ഞത് മാത്രം. എത്രയോ ഉണ്ട്. അപ്പോൾ അല്ലാഹു ബഹുമാനിച്ച പള്ളികളെ പൊളിച്ചു നീക്കുന്നവർ,
അള്ളാഹു ആദരവ് കൽപ്പിച്ച ഔലിയാക്കന്മാരെ ചീത്ത പറയുന്നവർ, ദിക്ർ ഹൽക്കകളെ സ്വലാത്തുകളെ കുറ്റം പറയുന്നവർ, അതുപോലെ ഈ റസൂലുള്ളാഹി തങ്ങൾക്ക് ഇടിവ് വരുന്ന വാക്കുകളും പ്രവൃത്തികളും ചെയ്യുന്നവർ, ഇതാണ് ബിദ്അത്തിന്റെ ലക്ഷണം. അത് വന്നു കഴിഞ്ഞാൽ ഈമാനിന്റെ രണ്ട് ഘടകവും തെറിച്ചു. രണ്ട് ഘടകവും തെറിച്ചാൽ പൂർണ്ണമായി ഈമാൻ ഖൽബിൽ നിന്ന് ഊരപ്പെടും. സലബല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, ഈമാനിന്റെ നൂറാനിയത്ത് അല്ലാഹു ഖൽബിൽ നിന്ന് ഊരിക്കളഞ്ഞു. അവസാനം അവൻ പോയി വീഴുന്നത് ഇബ്ലീസിന്റെ കെണിവലയിലായിരിക്കും. ഇനി അങ്ങനെ അവരെ മക്കളെ കുടുംബം ആരെങ്കിലും ഇവിടെ ജീവിച്ച് ദജ്ജാൽ വരുന്ന കാലത്ത് അതിന്റെ അവശിഷ്ടം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ അവരുണ്ടെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടർ അവസാനം ദജ്ജാലിന്റെ കൂടെ കൂടും. സഹീഹുൽ ബുഖാരി ഒന്നിലധികം പ്രാവശ്യം റിവായത്ത് ചെയ്ത ഹദീസാണ്. സയഖുറുജു മിൻ ളീലി ഹാദാ ഖൗമുൻ യഖറഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും കുല്ലമാ ഖുതിഅ ഖർനുൻ നശഅ ഖർനുൻ ഹത്താ യകൂന ആഖിറുഹും മഅൽ മസീഹിദ് ദജ്ജാൽ. അവസാനം അവർ ദജ്ജാലിന്റെ കൂടെയായിരിക്കും. കാരണം എന്താ അവർ ദജ്ജാലിന്റെ കൂടെയാകാൻ കാരണം? ഒരു കറാമത്ത് കാണിച്ചാൽ അംഗീകരിക്കൂല. ഔലിയാക്കന്മാര് വല്ല കറാമത്തും കാണിച്ചാൽ അത് ശിർക്കായി കുഫ്രായി. കാരണം അത് അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഈ വക അത്ഭുതങ്ങൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത്ഭുതം ഔലിയാക്കന്മാർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചത്. അതാ ദജ്ജാൽ വന്നിട്ട് അവസാനം ഒരു ഗ്ലാസ് വെള്ളം കയ്യിലുണ്ട്, ഒരു വിത്ത് കയ്യിലുണ്ട്. ആ വിത്ത് അങ്ങോട്ടിടും, വെള്ളം ഒഴിക്കും, മുളക്കടോ, അത് മുളക്കും. കുംവയക്കൂൻ, അത് മുളക്കും. അത് മുളച്ചിട്ട് അതിന് എല്ലാം ഉണ്ടാകും. ആളുകൾ അതിൽ കൈകരികൾക്ക് അത്ഭുതം കണ്ടിട്ട് എടാ, അപ്പൊ ഇവന്മാര് പറയും അത്ഭുതം ചെയ്യൽ അല്ലല്ലേ, ദജ്ജാൽ അല്ലന്നെ. സുന്നികളെ പരമാവധി വിശ്വസിച്ച ഇവനൊരു വലിയാനെ വിശ്വസിച്ചോളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരാനില്ല. ഇവനൊരു ഔലിയാണെന്ന് വിചാരിക്കും. സാധുക്കളും വല്ലതും ജീവിച്ചിരിപ്പുള്ള സുന്നികളെ പാവങ്ങൾ ഉണ്ടെങ്കിൽ ഇവനൊരു വലിയാന്ന് വിചാരിക്കും. ഇവരോ അല്ല തന്നെ. അവസാന ദജ്ജാലിന്റെ കൂടെയാകും എന്ന് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയ വിഭാഗത്തിൽ പെടരുതേ എന്ന് മാത്രം. ബിദ്അത്ത് അവസാനം ഈമാനില്ലാതെ മരിച്ചു പോകുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന വിഷയമായിട്ട് എല്ലാ പണ്ഡിതന്മാരും, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിന്റെ ശർഹുൽ ഖസ്തലാനിയും അതുപോലെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാവിലും നിരവധി കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും കാരണങ്ങളൊക്കെ ഒരുപാട് കിടക്കുകയാണ്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കാതെ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ അത് മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയം ഇത്രയേ ഉള്ളൂ എന്നൊന്നും ധരിക്കാതെ, ഇതൊരു വല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ്. മരണത്തിന്റെ വിഷയം പടച്ചവരെ എന്നിലൂടെ നടന്നു പോകേണ്ടതാണ്. അത് നല്ല നിലക്കുള്ള ഒരു സന്തോഷ മരണമായി പോയി കിട്ടണം. സ്വാലിഹീങ്ങൾക്ക്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക്, ഇഷ്ടദാസന്മാർക്ക് ഏതെങ്കിലും തെർബിയത്തിന് പറ്റിയ, ഏതെങ്കിലും വിശ്വസിക്കാൻ പറ്റിയ, ഏതെങ്കിലും നല്ല നിലക്ക് നടക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ കൂടിക്കോ. ആ മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് വന്നിട്ട് ശല്യപ്പെടുത്തുകയാണെങ്കിൽ ആ മഹാന്മാരുടെ അർവാഹുകൾ ഹാദറായിക്കൊണ്ട് ആട്ടി ഓടിച്ചു തരും. ഷഹാദത്ത് ചെല്ലാൻ അവര് ചൊല്ലിത്തരും കലിമ. അതാണ് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെ കൂടെ കൂടിയാലുള്ളത്. അതല്ലേ റബ്ബിനോട് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിൽ എന്നെ നിലനിർത്തണം, മുസ്തഖീമായ മാർഗത്തിൽ എന്നെ നിലനിർത്തണം. 17 റക്അത്ത്, 17 പ്രാവശ്യം ഫർളായ 17 റക്അത്തുകളിൽ നിർബന്ധമായ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിൽ എന്നെ നിലനിർത്തി തരണമേ. ഏതാണ് മുസ്തഖീമായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗമാണ്. ഏതാണ് നീ നിഅമത്ത് ചെയ്തത്? ഉലൈക മഅൽ ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങളെ മാർഗം. അതാണ് നീ നിഅമത്ത് ചെയ്ത ആളുകളുടെ മാർഗമെന്ന് അല്ലാഹുവേ നീ തന്നെ ഖുർആനിൽ പഠിപ്പിച്ചതല്ലേ ഞങ്ങൾക്ക്. ആ അംബിയാക്കളെ പാർട്ടിയിൽ ചേർത്ത് തരണം, ഔലിയാക്കളെ പാർട്ടിയിൽ ചേർത്ത് തരണം, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങളെ പാർട്ടിയിൽ ചേർത്ത് തരണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ദുആ
അള്ളാഹു പഠിപ്പിച്ചത് ആയത്ത് കൊണ്ട് തന്നെ, ഹദീസിലേക്കൊന്നും കടക്കേണ്ട, ആയത്ത് തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങളെ പാർട്ടിയിൽ ചേരാൻ വേണ്ടി പള്ളിയിലും മറ്റും വെച്ച് നാം ദുആ ചെയ്യുന്നു, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് ഇബ്ലീസുൽ ലഈൻ മറുവശത്ത് പറയുന്നത് കേട്ടോ, ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. നിങ്ങൾ അമ്പിയാക്കളെ പാർട്ടിയിൽ ചേരാൻ വേണ്ടി, നിങ്ങൾ ഔലിയാക്കന്മാരെ പാർട്ടിയിൽ ചേരാൻ വേണ്ടി, ആ സ്വാലിഹീങ്ങളെ, സിദ്ദീഖീങ്ങളെ, ശുഹദാക്കളെ പാർട്ടിയിൽ ചേരാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നെങ്കിൽ ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, ആ പാർട്ടിക്ക് ഞാൻ വലങ്ങതടിയാണ്. ثم لآتينهم من بين أيديهم ومن أيمانهم وعن خلفهم وعن شمائلهم ثم لا تجد أكثرهم شاكرين. നിങ്ങളെ വലതും ഇടതും, നിങ്ങളുടെ മുന്നിലും പിന്നിലും ഞാൻ നിങ്ങൾക്ക് വലങ്ങതടിയാണ്. നിങ്ങൾ അമ്പിയാക്കളെ പാർട്ടിയിൽ ചേരാൻ ഞാൻ സമ്മതിക്കൂല. ഔലിയാക്കള്, സ്വാലിഹീങ്ങള്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കള്, മഹാന്മാരെ കൂടെ കൂടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിന് തീർത്തും നിങ്ങൾക്ക് വലങ്ങതടിയാണ്, നാനാഭാഗത്തും നിങ്ങൾക്ക് വലങ്ങതടിയാണ് എന്ന് ഇബ്ലീസ് പറഞ്ഞെങ്കിൽ അമ്പിയാക്കളെ പാർട്ടിക്കെതിരെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, സിദ്ദീഖീങ്ങളെ പാർട്ടിക്കെതിരെ ഇബ്ലീസ് ആണയിട്ട് പ്രഖ്യാപിച്ചതാണത്. അതുകൊണ്ട് അമ്പിയാക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, സിദ്ദീഖീങ്ങളെ തള്ളിപ്പറയുന്നത് ഇബ്ലീസിന്റെ പാർട്ടിയാണെന്നും ആ പാർട്ടിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് മുഅ്മിനിന്റെ മാർഗമാണെന്നും മനസ്സിലാക്കി ആ മുഅ്മിനീങ്ങൾ അമ്പിയാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിച്ചാൽ ഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അവർ നമുക്കുണ്ടാകും. അവർ നമ്മുടെ കൂട്ടുകാരാണ്, കൂട്ടുകൂടാൻ പറ്റിയവരാണ്. എവിടെ? ആമായി പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും, ദുനിയാവിലും മരിക്കുമ്പോഴും ഖബറിലും ആഖിറത്തിലും എവിടെയും അവർ നമുക്ക് റഫീഖാണ്. ദുനിയാവിലും നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, എല്ലാ സ്ഥലത്തും അവർ നമുക്ക് സഹായികളാണ്. വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉപദേശിക്കൂ, മുഅ്മിന് ഫലം ചെയ്യും. എവിടെ? ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും എല്ലായിടത്തും. അതല്ലേ തൽഖീനിന്റെ തെളിവായത്? സഹോദരങ്ങളെ, ഔലിയാക്കളും സ്വാലിഹീങ്ങളും അവർ തന്നെയാണ് നമുക്കുള്ളത്. അവരെ മാറ്റി നിർത്തിയിട്ട് അവരോട് ബന്ധമില്ലാതെ ഈമാൻ സലാമത്താകുമെന്ന് ഒരിക്കലും ചിന്തിക്കണ്ട. ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ എത്തുമെന്ന് ആര് ചിന്തിച്ചോ അവനേക്കാളും വലിയ ഒരു വിഡ്ഢി ഈ ലോകത്ത് മറ്റാരുമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോണ്ട, കൂട്ടത്ത് കൂടിക്കോ. കൂടെ കൂടാനാ അഞ്ചൊക്കലും കേൾക്കണം, അല്ലെങ്കിൽ ഇവര് വെക്കട്ടെ അർത്ഥം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അതിനർത്ഥം എന്താണോ പറ. അതിനർത്ഥം പറയാൻ കഴിയോ? നമ്മൾ ഈ പറഞ്ഞതല്ലാത്തൊരർത്ഥം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിന് പറ. സാധ്യമല്ല. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ ഈമാൻ നശിച്ചു പോകുന്നത് എപ്പോഴും സൂക്ഷിക്കണേ. എനിക്ക് ഒരുപാട് പറയാനുള്ളത്. ഈമാൻ നശിച്ചു പോകുന്ന, മരണത്തിന്റെ സമയത്ത് സൂൽ ഖാത്തിമത്ത് സംഭവിക്കുന്ന ആളുകൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി മരിക്കണം. മരിച്ചിട്ട് ചെയ്യേണ്ട കുറെ പണികളുണ്ട്. അവർക്ക് കൊണ്ടുപോയി കിടത്തണം. മരണവും അനന്തര ജീവിതവും നോട്ടീസ് കൊടുത്താൽ തന്നെ മരണസ്മരണ വരെ മുഴുവനും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണെങ്കിൽ ഇനി ഈമാൻ തെറിച്ചു പോകുന്ന ചില പണികൾ നമ്മിൽ സാധാരണ സംഭവിക്കുന്നത് പറയാനുണ്ട്. ഈമാനിന് മാറ്റുകൂടുന്ന ചില ചെറിയ ചെറിയ പണികളുണ്ട്. അതങ്ങോട്ട് ചെയ്താൽ ഈമാനിന് വലിയ ശക്തി വരും, ഈമാനിന് വലിയ ഖുവ്വത്ത് വരും. അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ എണ്ണി പറഞ്ഞത് എന്താണോ, ഈ വിഷയത്തിന്റെ ബാഹുല്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിക്കാനുള്ള സന്മനസ് ഏതെങ്കിലും ഒരാൾക്ക് ഈ സദസ്സിൽ ലഭിച്ചെങ്കിൽ, വഅദ് പറഞ്ഞ ഞാനും നടത്തിയ സംഘാടകരും ഒരുമിച്ച് കൂടിയ നമ്മളെല്ലാവരും ധന്യരായി. അതിനുവേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് ആ ഒരു സൽബുദ്ധി തോന്നിയെങ്കിൽ ഇതൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഈമാൻ ഒരു വല്ലാത്ത പ്രശ്നമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ സലാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രവർത്തിക്കാൻ, ഉൾക്കൊള്ളാൻ, രക്ഷപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على رسولك سيدنا محمد وعلى آله وأصحاب سيدنا وشفيعنا محمد
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراحمين ربي നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് മറ്റു എല്ലാ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സിദ്ദീഖീങ്ങൾ ശുഹദാക്കളുടെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾക്കൊള്ളിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ശിഷ്യന്മാർ സന്താനങ്ങൾ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ ഭാര്യ കുടുംബങ്ങൾ അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിതന്മാർ അവരെ സന്താനങ്ങൾ എന്തെല്ലാം ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടോ അതൊക്കെയും നീ ശിഫയാക്കി തരണം റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بارك لنا في شعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن آناء الليل وأطراف النهار وسائر الخيرات لوجهك الكريم يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. يا رب بالمصطفى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.